വീണ്ടും വന്നിട്ടുണ്ട്. നമ്മുടെ ചാപ്റ്റർ 11 പാർട്ട് 2 നമ്മൾ ഇന്ന് പഠിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മൾ മാർക്കറ്റിംഗ് മിക്സിനെ കുറിച്ച് കണ്ടു. അതിൽ നമുക്ക് ഇനിയും ഡിസ്കസ് ചെയ്യാൻ കുറച്ച് കാര്യങ്ങൾ ബാക്കിയുണ്ട്. എന്തായാലും നമുക്ക് ബാക്കിയുള്ള ഒന്നാമത്തെ കാര്യം ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ രണ്ടാമത്തെ മിക്സ് ആയിട്ടുള്ള പ്രൈസിങ് അഥവാ വില നിർണ്ണയത്തിനെ കുറിച്ചിട്ടാണ്. നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇപ്പം നമ്മുടെ കയ്യിൽ ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ടാവും. നിങ്ങളൊന്ന് ചുറ്റും നോക്കി ഒരുപാട് പ്രൊഡക്ട്സ് നിങ്ങളുടെ കയ്യിൽ കാണുന്നുണ്ടാവും. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഉള്ള പെൻ, അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെയുള്ള ബുക്സ്, അല്ലെങ്കിൽ നിങ്ങളുടെ റൂമിലുള്ള സാധനങ്ങൾ, ലൈറ്റ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ബൾബ് ആയിക്കോട്ടെ, കോട്ട ആയിക്കോട്ടെ, ബെഡ് ആയിക്കോട്ടെ, ഈ സാധനങ്ങൾക്കൊക്കെ എങ്ങനെയാണ് പ്രൈസ് നമ്മൾ നിശ്ചയിക്കുന്നത്? ഇതിന് 100 രൂപയാണ് അല്ലെങ്കിൽ ഇതിന് 200 രൂപയാണ് എന്ന് ഡിസൈഡ് ചെയ്യുന്നത് എന്ത് ഫാക്ടേഴ്സ് കൊണ്ടാണ്? അതൊക്കെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ വാട്ട് ഈസ് പ്രൈസ് എന്ന് നിങ്ങൾ ആദ്യം അറിയണം. പ്രൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? ഡിഫൈൻഡ് ആസ് ദി എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് ഇൻ ടേംസ് ഓഫ് മണി. അതായത് ഇൻ ടേംസ് ഓഫ് മണി അല്ലെങ്കിൽ പൈസയുടെ ഒരു മാനദണ്ഡം വെച്ചുകൊണ്ട് എക്സ്ചേഞ്ചിന് നമ്മളൊരു പ്രൈസ് ഇടുകയാണ്, എക്സ്ചേഞ്ചിന് നമ്മളൊരു വില ഇടുകയാണ്. അതിന് നമുക്ക് എന്ത് പറയാൻ പറ്റും? പ്രൈസ് ആണ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ പ്രൈസിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ കയ്യിലുള്ള പ്രൊഡക്ട്സിന് അല്ലെങ്കിൽ നമ്മളൊരു പ്രൊഡക്റ്റ് മാനുഫാക്ചർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിന് നമ്മൾ വിലയിടുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ പ്രൈസിംഗ് എന്ന് പറയുന്നത്. സോ ഇത് കൺസിഡേർഡ് ആസ് എ റെഗുലേറ്റർ ഓഫ് ദി ഡിമാൻഡ് ഓഫ് എ പ്രൊഡക്റ്റ് ആൻഡ് എഫക്റ്റീവ് കോമ്പറ്റേറ്റീവ് വെപ്പൺ. നമുക്ക് മാർക്കറ്റിൽ കോമ്പീറ്റ് ചെയ്ത് നിൽക്കാനുള്ള ഒരു വെപ്പണാണ്. അതുപോലെ തന്നെ നമ്മുടെ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യുന്നതും ഈ പറയുന്ന പ്രൈസ് തന്നെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് വാച്ച് ഉണ്ട്. അതേ ക്വാളിറ്റിയുള്ള അതേ ഫീച്ചേഴ്സ് ഉള്ള ഒരു സ്മാർട്ട് വാച്ച് വീണ്ടും നിങ്ങൾ കാണുകയാണ്. നിങ്ങളുടെ കയ്യിലുള്ളത് 2000 രൂപയുടേതാണ്, നിങ്ങൾ കാണുന്നത് ഒരു 3000 രൂപയുടേതാണ്. നിങ്ങൾ വിചാരിക്കും, ഓ ദൈവമേ, നന്നായി ഞാനിത് വാങ്ങിച്ചത്. കാരണം നോക്ക്, ആ ബ്രാൻഡ് ഞാൻ അഥവാ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ 1000 രൂപ ഞാൻ അധികം കൊടുക്കേണ്ടി വരുമായിരുന്നു. അപ്പോൾ ആ പ്രൊഡക്റ്റിന് ഡിമാൻഡ് കൂടുന്നത് എപ്പോഴാണ്? ഇപ്പം നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കയ്യിലുള്ള വാച്ചെല്ലാം സജസ്റ്റ് ചെയ്യുക, അതിന് 2000 രൂപയല്ലേ ഉള്ളൂ. അപ്പോൾ വീണ്ടും ആ പ്രൊഡക്റ്റിന് ഡിമാൻഡ് കൂടും. അപ്പോൾ പ്രൈസ് ഈ പറയുന്ന പോലെ ഒരു പ്രൊഡക്റ്റിന്റെ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാം നമ്മുടെ പ്രൈസിങ്ങിന്റെ അഥവാ നമ്മൾ വില നിർണ്ണയിക്കുന്നതിന്റെ, ഒരു പ്രൊഡക്റ്റിന് വില നിർണ്ണയിക്കാൻ എടുക്കുന്ന തീരുമാനങ്ങളെ എന്തൊക്കെ കാര്യങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ദ ഫസ്റ്റ് വൺ, എപ്പോഴും നമ്മുടെ ഓണേഴ്സിന് ഒരു മിനിമം പ്രോഫിറ്റ് അത് എൻഷുർ ചെയ്യും. ഫോർ എക്സാമ്പിൾ, 10 രൂപയായിരുന്നു ഒരു പെൻ പ്രൊഡ്യൂസ് ചെയ്യാനുണ്ടായിരുന്ന കോസ്റ്റ്. എന്താണ്? പ്രൊഡക്ഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് എത്രയായിരുന്നു? 10 രൂപയായിരുന്നു. അതിന്റെ പ്രൈസ് നമ്മൾ ഫിക്സ് ചെയ്തത് 11 രൂപയാണ്. കാരണം ഓരോ പ്രൊഡക്റ്റിൽ നിന്നും 1 രൂപയുടെ പ്രോഫിറ്റ് ആർക്ക് കിട്ടുന്നുണ്ടാവണം? ഓണേഴ്സിന് കിട്ടുന്നുണ്ടാവണം. സോ പ്രൈസ് നമ്മൾ ഫിക്സ് ചെയ്യുമ്പോൾ ഒരു മിനിമം പ്രോഫിറ്റ് ഓണേഴ്സിന് കിട്ടുന്ന രീതിയിലായിരിക്കണം. അതുപോലെ എപ്പോഴും കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ മാനുഫാക്ചറിന് തിരിച്ചു കൊടുക്കുന്നുണ്ടാവണം, അല്ലേ? ഈ 10 രൂപയുടെ പേന 10 രൂപയ്ക്കെങ്കിലും വിറ്റില്ലെങ്കിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കിട്ടുമോ? എപ്പോഴും പ്രൈസ് ഫിക്സ് ചെയ്യുന്ന സമയത്ത് ആ പ്രൊഡക്റ്റിന്റെ ചെലവ് എത്രയായിരുന്നു അത് അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവണം. ഇനി നമ്മളോട് പറയുന്നത് എപ്പോഴും കോമ്പറ്റേറ്റീവ് സ്ട്രെങ്ത് കൂട്ടാൻ സഹായിക്കുന്നുണ്ട്. മാർക്കറ്റിലുള്ള എല്ലാ സോപ്പുകളുടെയും വില 10 മുതൽ 15 രൂപ വരെയാണ്. ഒരു സോപ്പിന് പോലും 10 രൂപയിൽ താഴെയില്ല. നമ്മളെ സംബന്ധിച്ച് നമുക്ക് ആ 10 രൂപയുടെ സോപ്പ്, എല്ലാവരും 10 രൂപയ്ക്ക് കൊടുക്കുന്ന സോപ്പ് 9 രൂപ 50 പൈസക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തന്നെ ഒരുപാട് ആൾക്കാർ നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങും. ഈ സോപ്പിന് 10 രൂപ പോലും ഇല്ല എന്ന് മാത്രമേ ആൾക്കാർ വിചാരിക്കൂ, അല്ലാതെ 50 പൈസയുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ എന്നല്ല. അതാണ് പല പ്രൊഡക്റ്റുകൾക്കും 499 അല്ലെങ്കിൽ 999, 1000 എത്തില്ല, 999 എന്നുള്ള രീതിയിൽ പ്രൈസ് ഫിക്സ് ചെയ്യുന്നത്. ഇനി നമ്മളോട് പറയുന്നത് ഇതെപ്പോഴും അട്രാക്റ്റീവ് ആയിരിക്കണം. അതുപോലെ നമുക്ക് ഡിമാൻഡ് കൂട്ടാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൈസിങ് ആയിരിക്കണം. വളരെ റീസെൻ്റ് ആയിട്ട് ഞാനിങ്ങനെ മാളിൽ കയറിയ സമയത്ത്, നമ്മുടെ ഹൈലൈറ്റ് മാൾ ഉണ്ട് കോഴിക്കോട്, ഹൈലൈറ്റ് മാളിൽ കയറിയ സമയത്ത് ഞാൻ കണ്ടു എല്ലാ ബ്രാൻഡിനും 50% ഓഫാണ്. എല്ലാ ബ്രാൻഡിൻ്റെയും എല്ലാ ഷോപ്പിൻ്റെയും മുന്നിൽ വെച്ചിട്ടുണ്ട് സ്റ്റാർട്ട്സ് ഫ്രം 499. ഞാൻ എന്താ വിചാരിക്കോ, 500 രൂപ പോലും ഇല്ല ഒരു ഡ്രസ്സിന്, ഒരു ഷൂവിന് 500 രൂപ പോലും കൊടുക്കണ്ട. ആ ഒരു മെത്തേഡാണ്, ആ ഒരു തോട്ടാണ് എൻ്റെ മൈൻഡിലേക്ക് വരുന്നത്. സോ അത്തരത്തിലുള്ള മെത്തേഡ് ഓഫ് പ്രൈസിങ് വളരെയധികം നമ്മുടെ ഡിമാൻഡ് കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. സോ പ്രൈസ് ഫിക്സ് ചെയ്യുന്ന സമയത്ത് അത്തരത്തിൽ ഡിമാൻഡ് കൂട്ടാൻ കപ്പാസിറ്റി ഉള്ള രീതിയിൽ വേണം നമ്മളത് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലേ? ഇനി നമ്മൾ നോക്കുന്നത് ഈ പ്രൈസ് ഡിറ്റർമിനേഷനെ, നമ്മുടെ വില നിർണ്ണയത്തിനെ ബാധിക്കുന്ന എന്തൊക്കെ ഫാക്ടേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. ആദ്യം നമ്മുടെ പ്രൈസിങ് ഒബ്ജക്റ്റീവ് എന്താണെന്ന് നമ്മൾ നോക്കണം. മാക്സിമം പ്രോഫിറ്റ് വേണം എന്നാണ് എല്ലാ ഓർഗനൈസേഷനും തീരുമാനിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ലോങ് റണ്ണിലാണെങ്കിൽ ചെറിയ പ്രൈസ്, മാക്സിമം യൂണിറ്റ് നമ്മൾ ഔട്ട്പുട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ട്രൈ ചെയ്യും. ഇനി ഷോർട്ട് റണ്ണിലാണ് നമ്മുടെ പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഷോർട്ട് റണ്ണിൽ മാക്സിമം പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണെങ്കിൽ നമ്മൾ എന്ത്
ചെയ്യും? ഹൈ പ്രൈസ് ആയിരിക്കും ചാർജ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ള റിട്ടേൺ കിട്ടും. ഇനി നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യണം. അതായത് പ്രൊഡക്ഷൻ കോസ്റ്റ്, അത് മേ ബി എന്തായിരിക്കാം? ഫിക്സ്ഡ് കോസ്റ്റ് ആയിരിക്കാം, വാരിയബിൾ കോസ്റ്റ് ആയിരിക്കാം. എന്താ ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ മാസവും കൃത്യമായിട്ട് ഇത് വരും, അല്ലെങ്കിൽ അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പം നമ്മൾ റെൻറ്റ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും മെഷീനറി വാങ്ങിക്കുന്നത്, ഇങ്ങനെയുള്ള എന്തെങ്കിലും കോസ്റ്റുകൾ നമ്മുടെ ഓർഗനൈസേഷനിൽ വന്നുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ വാരിയബിൾ കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാലോ, ഇത് വാരി ചെയ്തുകൊണ്ടേയിരിക്കും. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇലക്ട്രിസിറ്റി ബില്ല് ഇതിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കില്ലേ? എന്തായാലും മാറിക്കൊണ്ടേയിരിക്കും. അതുപോലെ ഏതെങ്കിലും വർക്കേഴ്സിന് വേജസ് കൊടുക്കുന്നുണ്ടെങ്കിൽ സാലറി വരുന്നത് നമ്മുടെ ഫിക്സ്ഡിലാണ്, അത് എല്ലാ മാസവും കൃത്യമായിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. വേജസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി നമ്മൾ പെർ അവർ ഒക്കെ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും. ഇതൊക്കെ മാറിക്കൊണ്ടേയിരിക്കും. ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെയൊക്കെ ചിലവ് എത്രയാണോ, ഇത് എങ്ങനെയാണോ ഇതിൻ്റെ ഒരു നേച്ചർ വരുന്നത്, അതിനനുസരിച്ച് മാത്രമേ നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ? ഒരു പ്രൊഡക്റ്റിന് വില നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. ഇനി നമുക്ക് എന്തിലേക്ക് പോവാം? യൂട്ടിലിറ്റി ആൻഡ് ഡിമാൻഡിലേക്ക് പോവാം. ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് ഇൻഎലാസ്റ്റിക് ആണെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ്, ഒരു എക്സ് എന്ന് പറയുന്ന പ്രൊഡക്റ്റിൻ്റെ പ്രൈസിനെ കുറിച്ച് ഞാൻ പറയാണ്. ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 10 രൂപയാണ്. ഓക്കെ, ഈ 10 രൂപ ഉണ്ടാവുന്ന സമയത്ത് ഈ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് നമുക്ക് ഏകദേശം 10 തന്നെയാണെന്ന് കൂട്ടാം. 10 രൂപ ഉണ്ടാവുന്ന സമയത്ത് 100 പ്രൊഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടായിരുന്നു. ഈ പ്രൊഡക്റ്റിന് 15 രൂപയാക്കിയാലും ഇതിൻ്റെ ഡിമാൻഡ് 100 തന്നെയാണ്. ഈ പ്രൊഡക്റ്റിന് 20 രൂപയാക്കിയാലും ഇതിൻ്റെ ഡിമാൻഡ് 100 തന്നെയാണ്. 100 പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ ആൾക്കാരുണ്ട്. അപ്പോഴാണ് നമ്മൾ എന്ത് പറയല്? ഈ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് ഇൻഎലാസ്റ്റിക് ആണ് എന്ന് പറയല്. അതായത് പ്രൈസ് മാറിക്കഴിഞ്ഞാലും ക്വാണ്ടിറ്റി ഡിമാൻഡിൽ ഒരു ചേഞ്ചും ഇല്ലെങ്കിൽ അത് ഇൻഎലാസ്റ്റിക് ആയിരിക്കും. അപ്പോൾ ഇൻഎലാസ്റ്റിക് ഡിമാൻഡ് ആണെങ്കിലോ നമുക്ക് എന്ത് ചെയ്യാം? ഹൈ പ്രൈസ് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പ്രൈസ് കൂടിയാലും സാധനങ്ങൾ വാങ്ങിക്കാൻ ആൾക്കാരുണ്ടല്ലോ. ഇപ്പോൾ ഗോൾഡിനെ നിങ്ങൾ കാണുന്നില്ലേ? അതുപോലെ ഇലാസ്റ്റിക് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. ഈ ഒരു എക്സ് എന്ന് പറയുന്ന പ്രൊഡക്റ്റിന്റെ പ്രൈസ് നിങ്ങൾ ആലോചിക്കുക 10 രൂപയായിരുന്നു. ആ സമയത്ത് അതിൻ്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് എന്താണ്? അതിൻ്റെ ഡിമാൻഡ് ആ സമയത്ത് 100 എണ്ണമായിരുന്നു. ഈ പ്രൊഡക്റ്റിന് 11 രൂപയാക്കിയപ്പോൾ ഈ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് 80 ആയിട്ട് കുറഞ്ഞു. അതായത് ചെറിയ ചേഞ്ച് ഉണ്ടാകുമ്പോൾ പോലും ഡിമാൻഡിൽ വലിയ രീതിയിലുള്ള മാറ്റം ഉണ്ടാവുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? കോമ്പറ്റീറ്റേഴ്സിനെക്കാളും ചെറിയ പ്രൈസാണ് ആദ്യം ഫിക്സ് ചെയ്യേണ്ടത്. ഇനി നമ്മൾ പോകുന്നത് കോമ്പറ്റീഷനിലേക്കാണ്. അപ്പോൾ നമ്മുടെ കോമ്പറ്റീറ്റേഴ്സ് എന്ത് പ്രൈസാണോ ചാർജ് ചെയ്യുന്നത് ആ ഒരു പ്രൈസിന് അതീതമായിട്ടുള്ള, അല്ലെങ്കിൽ ആ ഒരു പ്രൈസിനോട് കോമ്പീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ 10 രൂപയാണെങ്കിൽ നമ്മൾ 10 രൂപ, 11 രൂപയാണെങ്കിൽ നമുക്ക് 11 രൂപ 50 പൈസ വരെ പോകാം. അതേ കൂടുതൽ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഡിമാൻഡ് കുറയും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് തീരുമാനിക്കുന്നത്. ഇനി ഗവൺമെൻറ് ആൻഡ് ലീഗൽ റെഗുലേഷൻസ് ഒരു ബാധകമാണ് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഫിക്സ് ചെയ്യുന്നതിന്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്ക്, ഗവൺമെൻറ്റിന് ഒരു പ്രൊഡക്റ്റ് എസെൻഷ്യൽ പ്രൊഡക്റ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യാം. വളരെ അത്യാവശ്യമായി എല്ലാവർക്കും വേണ്ടുന്ന ഒരു പ്രൊഡക്റ്റാണ് എഗ്സ് എന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ നമ്മുടെ മെഡിസിൻസ്. അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? നമുക്ക് ഇതിൻ്റെ പ്രൈസ് കണ്ടമാനം കൂട്ടാൻ വേണ്ടിയിട്ട് പറ്റില്ല. ഇനിയുള്ളത് മാർക്കറ്റിംഗ് മെത്തേഡ്സ് യൂസ്ഡ് ആണ്. നമ്മൾ എന്ത് മാർക്കറ്റിംഗ് മെത്തേഡ്സ് ആണോ നമ്മുടെ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്, അത് നമ്മുടെ പ്രൊഡക്റ്റിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, നമ്മുടെ സെയിൽസ് പ്രൊമോഷൻ എന്തൊക്കെയാണ്, നമ്മൾ ഹോം ഡെലിവറി ഉണ്ടോ, ഇതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് മാറും. നല്ല പരസ്യങ്ങളൊക്കെ കൊടുക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന് ബാക്കിയുള്ളതിനേക്കാളും ചെറിയൊരു പ്രൈസ് കൂടുതലുണ്ടാവും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവണം. ഇനി നമ്മൾ തേർഡ് മാർക്കറ്റിംഗ് മിക്സ് ആയിട്ടുള്ള പ്ലേസിലേക്ക് പോവുകയാണ്. സോ പ്ലേസ് എന്ന് പറയുന്ന സമയത്ത് 2 ഫങ്ഷൻസ് ആണ് ഇതിനകത്ത് വരിക. ഒന്ന് ഇതിൻ്റെ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ വരും, 2 എന്തൊക്കെ ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ആണ് ഉള്ളതെന്ന് വരും. അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നുണ്ട്. സോ ഈ മാർക്കറ്റിംഗ് മിക്സിൽ പ്ലേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിന് എത്തിച്ചു കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ. ഒരു സ്ഥലത്തായിരിക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമ്മുടെ കസ്റ്റമേഴ്സ് ചിലപ്പം ജോഗ്രഫിക്കലി വളരെയധികം സ്കാറ്റർ ചെയ്തിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഇത് നമ്മൾ എത്തിച്ചു കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്ലേസ് എന്ന് പറയുന്നത്. സോ മേക്കിംഗ് ദ പ്രോഡക്ട്സ് അവൈലബിൾ ടു ദ കൺസ്യൂമർ ഈസ് നോൺ ആസ് ഡിസ്ട്രിബ്യൂഷൻ. നമ്മുടെ പ്രൊഡക്റ്റ് അവർക്ക് അവൈലബിൾ ആക്കുന്നതിന് നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയും. അതിന് നമ്മൾ ഈ പറഞ്ഞതുപോലെ 2 ആസ്പെക്റ്റ് ഉണ്ട്. ഒന്നാമത്തത് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. എന്താ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ചരക്കുകളുടെ ഫിസിക്കൽ ഹാൻഡ്ലിങ്ങും ചലനവും അതിലൂടെ ഉപഭോക്താക്കൾക്ക് ശരിയായ സ്ഥലത്ത് ശരിയായ സമയത്ത് ശരിയായ അവസ്ഥയിൽ സാധ്യമായ ഏറ്റവും കുറഞ്ഞ ചെലവിൽ ലഭ്യമാക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയാ? നമ്മൾ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയാം.
അപ്പൊ നമ്മൾ ഈ പഠിച്ച ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷന് 4 എലമെന്റ്സ് ആണുള്ളത്. എന്താണ്? 4 എലമെന്റ്സ് ആണുള്ളത്. ഏതൊക്കെയാണ് ആ 4 എലമെന്റ്സ് എന്ന് പറയുന്നത്? ഓർഡർ പ്രോസസ്സിംഗ്, ട്രാൻസ്പോർട്ടേഷൻ, വെയർഹൗസിംഗ് ആൻഡ് ഇൻവെന്ററി കൺട്രോൾ. എന്താ ഓർഡർ പ്രോസസ്സിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഓർഡർ പ്രോസസ്സിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കസ്റ്റമർ ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്തു, അത് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാൻ നമ്മൾ എടുക്കുന്ന ഒരു സമയം ഉണ്ടല്ലോ. കേക്ക് നമ്മൾ രാവിലെ ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ വൈകിട്ടേക്കത്തേക്ക് നമുക്ക് കിട്ടും. ആ ഒരു കാലയളവ് അല്ലെങ്കിൽ ആ ഒരു ഡ്യൂറേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഓർഡർ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഇനിയുള്ളത് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ ആണ്. നമ്മൾ പ്രൊഡക്റ്റ് ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്ത് അവർക്ക് എത്തിച്ചു കൊടുക്കണം അല്ലേ. ഇതും നമ്മുടെ പ്ലേസ് മിക്സിൽ അല്ലെങ്കിൽ നമ്മുടെ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ള ഒരു ഫാക്ടറാണ്. ഇനി പറയുന്നത് വെയർഹൗസിംഗ് ആണ്. നമ്മുടെ പ്രൊഡക്റ്റ് എപ്പോഴും നമ്മൾ ഉണ്ടാക്കിയിട്ട് ഒരു സ്ഥലത്ത് സ്റ്റോർ ചെയ്യുന്നുണ്ടാവും. ഈ വെയർഹൗസിംഗ് എപ്പോഴും എവിടെയായിരിക്കണം? നമ്മുടെ ടാർഗറ്റ് മാർക്കറ്റ് എവിടെയാണോ? യെസ്, എന്ത് പറ്റി? എന്താ ഒരു ജലദോഷം പോലെ? യെസ്, നമ്മുടെ ഈ വെയർഹൗസിംഗ് എവിടെയായിരിക്കണം? നമ്മുടെ ടാർഗറ്റ് മാർക്കറ്റ് എവിടെയാണോ ആ മാർക്കറ്റിന് അടുത്തായിരിക്കണം എപ്പോഴും നമ്മുടെ വെയർഹൗസ് ഉണ്ടായിരിക്കേണ്ടത്. എന്നാലേ നമ്മുടെ കൺസ്യൂമേഴ്സിനെ അവർ ഡിമാൻഡ് ചെയ്ത സമയത്ത് തന്നെ പ്രൊഡക്റ്റ് നമുക്ക് എത്തിച്ചു കൊടുക്കാൻ പറ്റൂ. കാരണം നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിട്ട് അത് വെയർഹൗസിൽ സൂക്ഷിച്ചിട്ടുണ്ട് അല്ലേ. ഇനിയുള്ളത് ഇൻവെന്ററി കൺട്രോൾ ആണ്. ഇൻവെന്ററി കൺട്രോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഗുഡ്സ് നമ്മുടെ കയ്യിൽ എത്ര വേണം. ഫോർ എക്സാമ്പിൾ, നമുക്ക് നന്നായിട്ട് ഇൻവെന്ററി ഒക്കെ പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നാളെ എത്ര ഡിമാൻഡ് ഉണ്ടാവും, മറ്റന്നാൾ എത്ര ഡിമാൻഡ് ആവും, എത്ര സെയിൽസ് ഉണ്ടാവും, അതിനനുസരിച്ച് നമ്മൾ സാധനങ്ങൾ സൂക്ഷിച്ചാൽ മതി. ഒരിക്കലും ഇത് അധികമാവാൻ പാടില്ല. കാരണം എന്തെങ്കിലും കേസിൽ ഡിമാൻഡൊക്കെ കുറയുകയാണെങ്കിൽ, ഡ്രോപ്പ് വരികയാണെങ്കിൽ നമ്മുടെ ഈ പ്രൊഡക്റ്റൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുള്ള ഇൻവെന്ററീസ് ഒക്കെ നമുക്ക് വേസ്റ്റ് ആയി പോകും. അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് നമ്മൾ ഹാൻഡിൽ ചെയ്യണം. അങ്ങനെ ഈ 4 എലമെന്റ്സും അടങ്ങുന്ന ഒരു കൺസെപ്റ്റാണ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അല്ലാതെ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പ്രൊഡക്റ്റ് കൊണ്ടുപോയി കൊടുക്കുന്നത് മാത്രം അല്ല. അപ്പോൾ ഓരോന്നും നമ്മുടെ എലമെന്റ് ഓഫ് ഓർഡർ പ്രോസസ്സിംഗ് എന്താണ്, അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ എന്താണ്, വെയർഹൗസിംഗ് എന്താണ്, ഇൻവെന്ററി കൺട്രോൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പഠിച്ചു. ഇനി ഈ ഇൻവെന്ററി കൺട്രോൾ നമ്മൾ അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷനിൽ എത്രത്തോളം ഇൻവെന്ററി നമ്മൾ കീപ്പ് ചെയ്യണം എന്ന് പറയുന്നതിനെ ബാധിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മുടെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ നോക്കണം. നമ്മുടെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ നല്ല രീതിയിലാണ് പോകുന്നതെങ്കിൽ നമ്മൾ കൂടുതൽ ഇൻവെന്ററി നമ്മുടെ ഓർഗനൈസേഷനിൽ സ്റ്റോർ ചെയ്യേണ്ടി വരും. കാരണം ഡിമാൻഡ് കൂടിക്കൊണ്ടേയിരിക്കും. ഇനി നമ്മുടെ കോസ്റ്റ് ഓഫ് ഇൻവെന്ററി നമ്മൾ നോക്കുകയാണെങ്കിലോ, കോസ്റ്റ് ഓഫ് ഇൻവെന്ററി വളരെ കൂടുതലാണെങ്കിൽ നമ്മൾ കുറച്ച് ഇൻവെന്ററി മാത്രം നമ്മുടെ ഓർഗനൈസേഷനിൽ സൂക്ഷിച്ചാൽ മതി. ആവശ്യാനുസരണം നമ്മളത് അറേഞ്ച് ചെയ്താൽ മാത്രം മതി അല്ലേ. ഇനി നമ്മുടെ സെയിൽസ് ഫോർകാസ്റ്റുകൾ വളരെ അക്യുറസി ഉള്ളതാണെങ്കിൽ, അതായത് നാളെ എത്ര സെയിൽ ഉണ്ടാവും നമുക്ക് കൃത്യമായിട്ട് അറിയാം, 1 വീക്ക് കഴിഞ്ഞിട്ട് എത്ര ഉണ്ടാവും നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇത് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയുന്നുണ്ടെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷനിൽ നമ്മൾ കുറച്ച് ഇൻവെന്ററി വെച്ചാൽ മതി, ആവശ്യത്തിന് നമ്മൾ വെച്ചാൽ മതി. കാരണം നമുക്കറിയാം കുറച്ച് കഴിയുമ്പം ചിലപ്പോൾ ഡിമാൻഡ് കുറയും, അപ്പം നമ്മൾ ഇത്രയും വേണ്ടി വരില്ല എന്നുള്ളതൊക്കെ. ഇനിയുള്ളത് റെസ്പോൺസീവ്നെസ് ഓഫ് ദ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം. നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, അതായത് നമ്മൾ ഈ ചാനൽ ലെവൽസ് ഒക്കെ ഉണ്ടല്ലോ, ഇത് വളരെ നല്ല രീതിയിൽ നമ്മളോട് കോപ്പറേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമുക്ക് എത്ര ഇൻവെന്ററി ആണ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടത് എന്നുള്ളത്. ഓക്കെ, ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ രണ്ടാമത്തെ കൺസെപ്റ്റ് ആയിട്ടുള്ള, പ്ലേസിൽ തന്നെ രണ്ടാമത്തെ ഫാക്ടർ ആയിട്ടുള്ള ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷനിലേക്കാണ്. ഏത് പാത്ത് ത്രൂ ആണോ, ഏത് വഴിയിൽ കൂടിയാണോ നമ്മുടെ പ്രൊഡക്റ്റ് നമ്മുടെ കസ്റ്റമേഴ്സിന് എത്തിച്ചു കൊടുക്കുന്നത്, ഈ ഒരു പാത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. ദാ ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ചാനലിന്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത്. ഡിസ്ട്രിബ്യൂഷൻ ചാനൽ എന്താണെന്നുള്ളത് നമ്മൾ പഠിക്കുന്നുണ്ട്. വളരെ നല്ല രീതിയിലൊരു ഡയഗ്രാം ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ചാനലിന്റെ ഫങ്ഷൻസിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ എന്ത് ചെയ്യണം? ക്വാളിറ്റി അഥവാ സൈസ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മൾ സോർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. നമുക്ക് സാധനങ്ങൾ കിട്ടുന്നത് ചിലപ്പം ബൾക്കായിട്ടായിരിക്കും, വലിയ ക്വാണ്ടിറ്റിയിലായിരിക്കും നമുക്ക് ചിലപ്പോൾ സാധനങ്ങൾ നമ്മുടെ കയ്യിൽ ഈ ഡിസ്ട്രിബ്യൂഷൻ ചാനലിന് കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ ഇതിൽ തന്നെ എ ഗ്രേഡ്, ബി ഗ്രേഡ്, സി ഗ്രേഡ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാ ക്വാളിറ്റീസും ഉണ്ടാവും. നമ്മൾ എന്ത് ചെയ്യണം? എ ഗ്രേഡ് ക്വാളിറ്റി ഉള്ളൊരു ഗ്രൂപ്പ്, ബി ഗ്രേഡ് ക്വാളിറ്റി ഉള്ളൊരു ഗ്രൂപ്പ്, സി ഗ്രേഡ് ക്വാളിറ്റി ഉള്ളൊരു ഗ്രൂപ്പ്, അങ്ങനെ നമ്മളത് സോർട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അതുപോലെ അക്യുമുലേഷൻ ഉണ്ട്. അതായത് നമ്മുടെ ഗുഡ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടേ ഇരിക്കണമെങ്കിൽ സാധനങ്ങൾ ഉണ്ടാക്കുന്നു, കസ്റ്റമേഴ്സ് വാങ്ങിക്കുന്നു, വീണ്ടും സാധനങ്ങൾ ഉണ്ടാക്കുന്നു, കസ്റ്റമേഴ്സ് വാങ്ങിക്കുന്നു. ഈ ഒരു ഫ്ലോ നമ്മൾ കീപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് നിർബന്ധമായിട്ടും എന്തുണ്ടാവണം? സാധനങ്ങൾ നമ്മളിങ്ങനെ അറേഞ്ച് ചെയ്തുകൊണ്ടേ ഇരിക്കണം അല്ലേ. ഇനിയുള്ളത് അലോക്കേഷൻ ആണ്. നമുക്കുള്ളത് വലിയ, ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമുക്ക് വലിയ ബൾക്കായിട്ടുള്ള നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ളത് വളരെ ബൾക്കായിട്ടാണ്. പക്ഷെ ആൾക്കാർക്ക് വേണ്ടുന്നത് ചെറിയ ക്വാണ്ടിറ്റിയിലാണ്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഈ ബൾക്ക് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ട് ആൾക്കാർക്ക് വേണ്ടുന്ന രീതിയിൽ നമ്മളിത് അവർക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കണം. ഇനിയുള്ളത് അസോർട്ടിംഗ് ആണ്.
അതായത് ഡിഫറെൻ്റ് ആൻഡ് റിലേറ്റഡ് ഗുഡ്സ് നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റോർ ചെയ്യണം. അതിനെയാണ് നമ്മൾ അസോർട്ടിങ് എന്ന് പറയുന്നത്, സോർട്ടിങ് ആൻഡ് അസോർട്ടിങ്. ഇനിയുള്ളത് പ്രൊഡക്റ്റ് പ്രൊമോഷൻ ആണ്. നമ്മളിത് എന്ത് ചെയ്യണം, നമ്മുടെ വെയർ ഹൗസുകളിൽ ഡിസ്പ്ലേ ചെയ്തുകൊണ്ടും റീറ്റെയിലിംഗ് ഷോപ്പുകളിൽ ഡിസ്പ്ലേ ചെയ്തുകൊണ്ടും ആൾക്കാരെ നമ്മൾ അട്രാക്ട് ചെയ്യണം. പിന്നെ നെഗോഷിയേഷൻ ഒരു വലിയ ഫാക്ടറാണ്. നെഗോഷിയേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റി ആൻഡ് പ്രൈസ് റിലേറ്റഡ് ആയിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് ഇത്ര ക്വാളിറ്റി ഇല്ല, ഇത് ഇത്ര ക്വാളിറ്റി ഉണ്ട്, ഇതിൻ്റെ പ്രൈസ് ഇത്ര തരാൻ പറ്റില്ല, ഇതിനത്ര പ്രൈസ് അത്ര മാത്രമേ തരാൻ പറ്റുള്ളൂ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ നെഗോഷിയേഷൻസ് ചെയ്യും. ഇതും നമ്മുടെ ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ്റെ വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് ഫംഗ്ഷൻ ആണ്. ഇനിയുള്ളത് റിസ്ക് ടേക്കിംഗ്. സോ എപ്പോഴും ഇന്റർമീഡിയറീസിനായിരിക്കും പ്രൊഡക്റ്റിൻ്റെ ഓണർഷിപ്പ് ഉണ്ടാവുക. പ്രൊഡ്യൂസർ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്ത് ഇവർക്ക് വിൽക്കും, പിന്നെ ഇവരുടെ കയ്യിലാണ് ഈ ഓണർഷിപ്പ് ഉള്ളത്. ഇവർ തീരുമാനിക്കും ബാക്കി എത്ര എമൗണ്ടിന് കൊടുക്കണം. മാക്സിമം റീറ്റെയിൽ പ്രൈസ് ഒക്കെ അതിനകത്ത് എഴുതിയിട്ടുണ്ടാവും, പക്ഷെ ആ പ്രൈസിനായിരിക്കില്ല ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് കിട്ടുന്നുണ്ടാവുക. ബാക്കിയുള്ളത് ഇവർ ഡിസൈഡ് ചെയ്യുന്നത് ആയിരിക്കും. ഇനി നമ്മൾ നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്, ഓക്കെ, വിതരണ ചാനലിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ കണ്ടു. ഇനി നമ്മൾ നോക്കുന്നത് എത്ര ടൈപ്പ് ഓഫ് ചാനൽസ് ഉണ്ട് എന്നുള്ളതാണ്. മെയിൻലി 2 ടൈപ്പാണ്. ഒന്ന് ഡയറക്റ്റ് ചാനലും 2 ഇൻഡയറക്റ്റ് ചാനലും. ഡയറക്റ്റ് ചാനൽ അല്ലെങ്കിൽ സീറോ ലെവൽ ചാനൽ, ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൺസ്യൂമേഴ്സിന് പ്രൊഡ്യൂസേഴ്സ് ഡയറക്റ്റ് ആയിട്ടാണ് കൊടുക്കുക. ഇതിൻ്റെ ഇടയിൽ വെയർ ഹൗസിംഗ് ഇല്ല, ഹോൾസെയിലേഴ്സ് ഇല്ല, റീറ്റെയിലേഴ്സ് ഇല്ല, പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൾ തന്നെ കൺസ്യൂമർക്ക് കൊടുക്കുകയാണ്. അതിനെയാണ് നമ്മൾ ഡയറക്റ്റ് ചാനൽ അല്ലെങ്കിൽ സീറോ ലെവൽ ചാനൽ എന്നൊക്കെ പറയുന്നത്. ഇനിയുള്ളത് ഇൻഡയറക്റ്റ് ചാനലാണ്. അതായത് കൺസ്യൂമേഴ്സിന് ഇത് കൊടുക്കുന്നത് നമ്മൾ എവിടെയെങ്കിലും ഇൻ്റർമീഡിയറീസിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടാവും. അത് 1 ഇൻ്റർമീഡിയറി ആയിരിക്കാം, 2 ഇൻ്റർമീഡിയറി ആയിരിക്കാം, 3 ആയിരിക്കാം, 4 ആയിരിക്കാം. അപ്പോൾ ഇതാണ് നമ്മൾ അടുത്തത് പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്, നമ്മുടെ ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. ഇൻഡയറക്റ്റ് ചാനൽസ് ഇങ്ങനെയാണ് ഉണ്ടാവുക. നമുക്ക് ആദ്യം ഡയറക്റ്റ് ചാനലിലേക്ക് പോവാം. ഇതാണ് ഡയറക്റ്റ് ചാനൽ. പ്രൊഡ്യൂസർ പ്രൊഡ്യൂസ് ചെയ്യുന്നു, നേരിട്ട് കൺസ്യൂമറിന് കൊടുക്കുന്നു. ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് 1, 2, 3 ലെവൽസ് ഓഫ് ചാനലിനെ കുറിച്ചിട്ടാണ്. ഓക്കെ, അതിൽ ഫസ്റ്റ് എന്താണ്, പ്രൊഡ്യൂസർ കഴിഞ്ഞാൽ പ്രൊഡ്യൂസർ ഈ സാധനം കൊടുക്കുന്നത് ഒരു റീറ്റെയിൽ ഷോപ്പിനായിരിക്കും. ഓർമ്മയുണ്ടോ നമ്മുടെ ഇന്റേണൽ ട്രേഡ് നമ്മൾ പഠിച്ചത് +1 ഈ റീറ്റെയിലറാണ് കൺസ്യൂമറിന് കൊടുക്കുക. ഇനി പ്രൊഡ്യൂസർ നേരെ ഹോൾസെയിലേഴ്സിന് കൊടുക്കുകയാണ്, ഹോൾസെയിലർ റീറ്റെയിലർക്ക് കൊടുക്കുകയാണ്, റീറ്റെയിലർ കൺസ്യൂമർക്ക് കൊടുക്കുകയാണ്. ഇവിടെ എന്ത് വന്നു, 2 ആൾക്കാർ വന്നിട്ടുണ്ട് അല്ലേ. ഇനിയിപ്പോൾ അടുത്ത നിങ്ങൾ നോക്ക്, പ്രൊഡ്യൂസർ ഒരു ഏജന്റിനെ ഏൽപ്പിക്കുകയാണ്, ഏജന്റ് അത് ഹോൾസെയിലറിനെ ഏൽപ്പിക്കുകയാണ്, ഹോൾസെയിലർ അത് റീറ്റെയിലറിനെ ഏൽപ്പിക്കുകയാണ്, റീറ്റെയിലറാണ് അത് കൺസ്യൂമേഴ്സിന് എത്തിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ 1, 2, 3 ഇൻ ബിറ്റ്വീൻ കൺസ്യൂമർ ആൻഡ് പ്രൊഡ്യൂസർ 3 ആൾക്കാരാണ് വന്നിട്ടുള്ളത് അല്ലേ. ഇനി നമ്മൾ പഠിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ഫാക്ടേഴ്സ് ഡിറ്റർമൈനിങ് ദ ചോയ്സ് ഓഫ് ചാനൽ. ഏത് ചാനൽസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ആണ് വേണ്ടത്? ഇപ്പം ഞാനൊരു പ്രൊഡക്റ്റ് വിൽക്കുന്നുണ്ടെന്ന് വിചാരിക്കുക, എൻ്റെ പ്രൊഡക്റ്റ് സോപ്പാണെന്ന് വിചാരിക്കാം. ഓക്കെ, ഞാൻ സോപ്പ് ഉണ്ടാക്കുന്ന ഒരാളാണ്. ഞാൻ ഡയറക്റ്റ് അത് കൺസ്യൂമേഴ്സിന് എത്തിച്ചു കൊടുക്കണോ, ഞാനത് ചില്ലറ വ്യാപാരികളെ വെച്ച് കൺസ്യൂമേഴ്സിന് എത്തിച്ചു കൊടുക്കണോ, മൊത്ത കച്ചവടക്കാരുടെ കയ്യിൽ ഞാൻ കൊടുക്കണോ, അവർ പിന്നീട് അവരുടേതായിട്ട് രീതിയിൽ ഡീൽ ചെയ്യോ, ഇത് ഞാൻ എങ്ങനെയാണ് തീരുമാനിക്കുക? അതാണ് നമ്മളിനി അടുത്തത് പഠിക്കാൻ പോകുന്നത്. അതിൽ നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഇത്രയും ഫാക്ടേഴ്സ് ആണ്. പ്രൊഡക്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യണം, മാർക്കറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഫാക്ടേഴ്സ് കൺസിഡർ ചെയ്യണം, കമ്പനി റിലേറ്റഡ്, കോമ്പറ്റേറ്റീവ് ഫാക്ടേഴ്സ് ആൻഡ് എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്രൈസിംഗ് എന്ന് പറയുന്ന ടോപ്പിക് നമുക്ക് ഫിനിഷ് ചെയ്യാം. നമ്മുടെ പ്രൊഡക്റ്റ് റിലേറ്റഡ് ഫാക്ടേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് പ്രൊഡക്റ്റിൻ്റെ നേച്ചർ എന്താണ് എന്നുള്ളതാണ്. ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ് ആണെങ്കിൽ അത് ടെക്നിക്കൽ ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും, അത് എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് മതി, ഷോർട്ടസ്റ്റ് ചാനൽ മതി. ഒരുപാട് ആൾക്കാരൊന്നും അത് പർച്ചേസ് ചെയ്യുന്നുണ്ടാവില്ല, കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ. നേരെ മറിച്ച് കൺസ്യൂമർ പ്രൊഡക്ട്സ് ആണെങ്കിൽ ലോങ് ചാനൽസ് നമുക്ക് വേണം, ഒരുപാട് ആൾക്കാരത് വാങ്ങാൻ സന്നദ്ധരായിട്ടുണ്ടാവും. അപ്പം ഇൻഡസ്ട്രിക്ക് നേരിട്ട് ഇത് കൊടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല, അടിയിലടിയിൽ ഒരുപാട് ആൾക്കാർ വേണ്ടി വരും. ഇനിയുള്ളത് പെരിഷബിൾ ഗുഡ്സ് ആണോ നോൺ പെരിഷബിൾ ഗുഡ്സ് ആണോ എന്നുള്ളതാണ്. എന്താ പെരിഷബിൾ ഗുഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ചീത്തയായി പോകുന്ന സാധനങ്ങൾ ഉണ്ടാവും. ഈ പെട്ടെന്ന് ചീത്തയായി പോകുന്ന സാധനങ്ങൾക്ക് ഷോർട്ട് ചാനൽസ് മതി. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ തൈര്, പാല്, ഇതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, അതിൻ്റെ തന്നെ ഡിസ്ട്രിബ്യൂഷൻ ഔട്ട്ലെറ്റ്സ് ഉണ്ടാവും. കാരണം ഇത് വേറെ വേറെ ആൾക്കാരുടെ അടുത്തേക്ക് പാസ് ചെയ്യുമ്പോഴത്തേക്ക് സാധനം ചീത്തയായിട്ടുണ്ടാവും. അപ്പോൾ ഷോർട്ട് ചാനലായിരിക്കും ചൂസ് ചെയ്യുക. നേരെ ഓപ്പോസിറ്റ് ആണ് നമ്മുടെ നോൺ പെരിഷബിൾ ഗുഡ്സ് ലൈക്ക് സോപ്പ്, ഫ്രിഡ്ജ്, AC, ഇങ്ങനെയുള്ളതിനൊക്കെ കുറേ ഡീലേഴ്സ് ഉണ്ടാവും. ഇനിയുള്ളത് യൂണിറ്റ് വാല്യൂ ഹൈ ആണെങ്കിൽ, വളരെ വലിയ പ്രൈസാണ് ഒരു പ്രൊഡക്റ്റിന് എന്നുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ചാനലാണ് ഏറ്റവും നല്ലത്. നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ നമുക്ക് ലോങ്ങർ ചാനൽസ് യൂസ് ചെയ്യാം.
ഇനി നമ്മുടെ മാർക്കറ്റ് റിലേറ്റഡ് ഫാക്ടേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിലോ, നമ്മുടെ മാർക്കറ്റിന്റെ നേച്ചർ കൺസ്യൂമർ മാർക്കറ്റ് ആണെങ്കിൽ നമുക്ക് ലോങ്ങർ ചാനൽസ് മതി. നമ്മൾ കണ്ടു കൺസ്യൂമർ പ്രൊഡക്ട്സ് ലൈക്ക് നമ്മുടെ സോപ്പ്, അതുപോലെ നമ്മൾ കൺസ്യൂമേഴ്സ് ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങളാണെങ്കിൽ അതിന് ലോങ്ങർ ചാനൽസ് ആയിരിക്കും. ഇൻഡസ്ട്രിയൽ പ്രൊഡക്ട്സ് ആണെങ്കിൽ ഷോർട്ടർ ചാനൽസ് ആയിരിക്കും. ഇനി നമ്മൾ നമ്മുടെ സൈസ് ഓഫ് ദ മാർക്കറ്റിലേക്ക് വരുന്നുണ്ടെങ്കിലോ, കുറച്ച് ആൾക്കാരെ നമ്മുടെ പ്രൊഡക്റ്റ് വാങ്ങിക്കാനുള്ളൂ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഷോർട്ട് ചാനൽസ് മതി. ലോങ്ങർ ചാനലിൽ നമ്മൾ കുറേ ഇൻവെസ്റ്റ് ചെയ്യേണ്ടെന്ന് ആവശ്യമില്ല. നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ നമുക്ക് ലോങ്ങർ ചാനൽസ് ആണ്. ഇനി ഓർഡർ വളരെ ചെറുതാണ്, ചെറിയ ക്വാണ്ടിറ്റിയിൽ മാത്രമേ നമുക്ക് ഓർഡർ കിട്ടിയിട്ടുള്ളൂ എന്നാണെങ്കിൽ നമുക്ക് എന്ത് മതി? ലാർജ് നമ്പർ ഓഫ് ഇന്റർമീഡിയറീസ് വേണം. അതായത് നമുക്ക് ഒരുപാട് സൈസ് ഓഫ് ഓർഡർ ചെറുതാണെങ്കിൽ ലാർജ് നമ്പർ ഓഫ് ഇന്റർമീഡിയറീസ്, ലാർജ് ആണെങ്കിൽ ഡയറക്റ്റ് ചാനൽസ്. സൈസ് ഓഫ് ഓർഡർ ചെറുതാണെങ്കിൽ നമുക്ക് ലാർജ് നമ്പർ ഓഫ് ഇന്റർമീഡിയറീസ് ആണ് വേണ്ടത്. പക്ഷെ നമുക്ക് വലിയ രീതിയിലാണ് ഓർഡർ വന്നിട്ടുള്ളതെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ചാനൽസ് ത്രൂ കൊടുക്കാം. കാരണം അവിടെ നമ്മൾ ഒരുപാട് കൺസെഷൻസ് അവർക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. ഇനി നമ്മൾ പോകുന്നത് കമ്പനി റിലേറ്റഡ് ഫാക്ടേഴ്സിലാണ്. നമ്മൾ ഫിനാൻഷ്യലി അടിപൊളിയാണ്, വളരെ സ്ട്രോങ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് സ്വന്തമായിട്ട് ഒരു ഡിസ്ട്രിബ്യൂഷൻ ചാനൽസ് ക്രിയേറ്റ് ചെയ്യാം. അതല്ല, നമുക്ക് അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ കപ്പാസിറ്റി ഒന്നുമില്ല, അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെറിയ എമൗണ്ട് ഇന്റർമീഡിയറീസിന് കൊടുത്തിട്ട് നമ്മൾ ആ ഒരു രീതിയിൽ ഡിസ്ട്രിബ്യൂഷൻ ഏറ്റെടുക്കേണ്ടതായിട്ട് വരും. ഇനി നമുക്ക് നമ്മുടെ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ കൺട്രോൾ ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്, നമുക്കൊരു ടൈറ്റ് കൺട്രോൾ വേണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് ചാനൽസ് പ്രിഫർ ചെയ്യാം. ഇനി മാനേജ്മെന്റിന്റെ കേസ് എടുക്കുകയാണെങ്കിലോ, നമുക്ക് കൃത്യമായിട്ടുള്ള അറിവും എക്സ്പീരിയൻസും ഈ ഒരു ഏരിയയിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് സെല്ലിങ് ചൂസ് ചെയ്യാം. നേരെ ഓപ്പോസിറ്റ് ആണ് എല്ലാ കേസിലും എങ്കിൽ നമ്മൾ നേരെ ഓപ്പോസിറ്റ് ഇൻഡയറക്റ്റ് സെല്ലിങ്ങിലേക്ക് ഫോക്കസ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി കോമ്പറ്റീറ്റീവ് ഫാക്ടേഴ്സിന്റെ കേസ് നമ്മൾ എടുക്കുകയാണെങ്കിൽ, ദ ചോയ്സ് ഓഫ് ചാനൽ ഈസ് ഓൾസോ അഫക്റ്റഡ് ബൈ ദ ചാനൽ സെലക്ടഡ് ബൈ ദ കോമ്പറ്റീറ്റേഴ്സ് ഇൻ ദ സെയിം ഇൻഡസ്ട്രി. ഇഫ് ദ കോമ്പറ്റീറ്റേഴ്സ് ഹാവ് സെലക്ടഡ് എ പെർട്ടിക്കുലർ ചാനൽ, ദ അതർ ഫേം may also like to select the similar channel. Sometimes നമുക്ക് എന്ത് ചെയ്യാം? അത് അവോയ്ഡ് ചെയ്ത് നമ്മുടേതായിട്ടുള്ള രീതി കണ്ടുപിടിക്കാം. കോമ്പറ്റീറ്റേഴ്സ് എന്താണോ ചെയ്യുന്നത് അതുപോലെ നമുക്ക് ചെയ്യുന്നതിലും തെറ്റില്ല. ഇനി നമ്മൾ എൻവയോൺമെന്റ് ഫാക്ടേഴ്സ് നോക്കുകയാണ്. സോ എൻവയോൺമെന്റ് ഫാക്ടേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എക്കണോമിക് കണ്ടീഷൻസ് പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കണം. നമ്മൾ വളരെയധികം തളർന്ന് ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു മാർക്കറ്റിലാണ് നമ്മൾ നിൽക്കുന്നതെങ്കിൽ നമ്മൾ എന്താണ് ചൂസ് ചെയ്യുക? ഷോർട്ട് ചാനൽസ് മാത്രമേ യൂസ് ചെയ്യൂ. കാരണം ലോങ് ചാനൽസ് നമുക്ക് അഫോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ടാവില്ല, അല്ലേ? അപ്പം നമുക്ക് നമ്മുടെ അടുത്ത സെക്ഷനിലേക്ക്, മാർക്കറ്റിംഗ് മിക്സിൻ്റെ പ്രൊമോഷൻ സെക്ഷനിലേക്ക് നമുക്ക് പോവാം. റെഡി ആണല്ലോ? സോഫാർ നിങ്ങൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ്. പ്രൈസിങ് നമ്മൾ വളരെ ചെറിയ സമയം കൊണ്ട് വളരെ ക്വിക്കായിട്ട് റിവൈസ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പ്രൊമോഷനിലേക്ക് പോവാം. എന്താ പ്രൊമോഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, സോ ഇറ്റ്സ് എ പ്രോസസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ഇൻവോൾവിങ് ഇൻഫർമേഷൻ, പെർസുവേഷൻ ആൻഡ് ഇൻഫ്ലുവൻസ്. നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ് നമ്മുടെ കൺസ്യൂമേഴ്സിനോട്. എന്തൊക്കെ അതിനകത്ത് എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം? ഞാൻ പ്രൊഡക്റ്റ് വിൽക്കുന്നുണ്ട് കേട്ടോ എന്ന് പറയുന്നതാണോ? ഒരിക്കലുമല്ല. നമ്മൾ അവരെ ആ പ്രൊഡക്റ്റിനെ കുറിച്ച് അറിയിക്കുന്നതിലൂടെ അവരുടെ ഉള്ളിൽ നമ്മളൊരു താല്പര്യം ജനിപ്പിക്കുകയാണ്, ആ പ്രൊഡക്റ്റ് അവർക്ക് വാങ്ങണമെന്ന് തോന്നിപ്പിക്കുകയാണ്. ഇതിനെയാണ് നമ്മൾ പ്രൊമോഷൻ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ അത് മിയർ കമ്മ്യൂണിക്കേഷൻ മാത്രമായി പോകും, അല്ലേ? സോ ഇതിൽ എന്തൊക്കെ ആക്ടിവിറ്റീസ് വരും? നമ്മുടെ പ്രൊഡക്റ്റ് സെയിൽ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ അതൊക്കെ നമ്മൾ പ്രൊമോഷനിലേക്ക് നമുക്ക് കൊണ്ടുവരാം. സോ പ്രൊമോഷൻ മിക്സ് refers to the combination of promotional tools used by an organization to achieve its കമ്മ്യൂണിക്കേഷൻ ഒബ്ജക്റ്റീവ്സ്. അവരെ കൊണ്ട് സാധനങ്ങൾ വാങ്ങിപ്പിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ അതിനെയൊക്കെ നമ്മൾ പ്രൊമോഷൻ എന്നാണ് പറയുന്നത്. പ്രൊമോഷനിൽ എന്തൊക്കെ കാര്യങ്ങൾ വരുന്നുണ്ടെന്ന് നോക്കാം. സോ നമുക്ക് എന്തൊക്കെ രീതിയിൽ പ്രൊമോഷൻസ് ചെയ്യാൻ പറ്റും നോക്കാം. അഡ്വർടൈസ് ചെയ്യാം, പബ്ലിക് റിലേഷൻ ഉണ്ട്, സെയിൽസ് പ്രൊമോഷൻ ഉണ്ട്, പേഴ്സണൽ സെല്ലിംഗ് ഉണ്ട്. കണ്ടോ? ഈ 4 പഠിച്ചു കഴിഞ്ഞാൽ ചാപ്റ്റർ ഫിനിഷായി. ഇത്ര പെട്ടെന്ന് ഈ ഒരു ചാപ്റ്റർ തീർക്കാൻ പറ്റും നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു? അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ പരസ്യം ചെയ്യൽ അഥവാ അഡ്വർടൈസിങ്ങിലേക്ക് പോവാം. അഡ്വർടൈസിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂസ് ചെയ്യുന്ന ഒരു മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ പ്രൊമോഷണൽ ടൂളാണ് ഈ പറയുന്ന അഡ്വർടൈസിങ്. ഇത് നോൺ പേഴ്സണൽ പ്രസൻറ്റേഷൻ ആണ്. നമ്മൾ ഒരിക്കലും കൺസ്യൂമേഴ്സുമായിട്ട് ഡയറക്റ്റായിട്ട് കോൺടാക്റ്റ് ഒന്നും ചെയ്യുന്നില്ല. എപ്പോഴും ഒരു സ്റ്റാൻഡേർഡ് മെസ്സേജ് ലാർജ് നമ്പർ ഓഫ് ആൾക്കാർക്ക് കൊടുക്കുന്നതിനെയാണ് നമ്മൾ അഡ്വർടൈസിംഗ് എന്ന് പറയുക. ടി വിയിൽ നമ്മൾ പരസ്യങ്ങൾ കൊടുക്കുന്നത്, വലിയ ഫ്ലെക്സ് ഒക്കെ നമ്മൾ വെക്കുന്നത്, നമ്മൾ ചെറുപറാ അതിനെക്കുറിച്ച് പറയുന്നൊന്നുമില്ല. അത് കാണുമ്പോൾ അവർക്ക് ആ സാധനം വാങ്ങിക്കണം എന്നുള്ളൊരു തോട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ്, അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഫീച്ചേഴ്സ് നമ്മൾ നോക്കുകയാണെങ്കിലോ, ഇത് നോൺ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആണ്. ആൾക്കാരെ നമ്മൾ ഡയറക്റ്റ് ആയിട്ട് കോൺടാക്ട് ചെയ്യുന്നില്ല. അതുപോലെ നമ്മൾ ഈ അഡ്വർടൈസ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഏജൻസികൾക്ക് പൈസ കൊടുക്കേണ്ടതായിട്ട് വരും. ഇതിന് മുതൽ മുടക്കുണ്ട്. ഇതിനൊരു സ്പോൺസർ നമുക്ക് ഉണ്ടായിട്ടുണ്ടാവണം.
ഓക്കെ, ഇനി ഇതിൻ്റെ മെറിറ്റ്സ് എന്തൊക്കെയാണ്? നമ്മുടെ മാനുഫാക്ചേഴ്സ് അല്ലെങ്കിൽ ട്രേഡേഴ്സ്, ഉൽപ്പാദിപ്പിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ കച്ചവടക്കാരെ സംബന്ധിച്ചുള്ള ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു സ്റ്റഡി ഡിമാൻഡ് ആ ഒരു പ്രൊഡക്റ്റിന് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ നമ്മുടെ ലെക്സിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് കണ്ടിന്യൂസ് ആയിട്ട് വരുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഓക്കെ, ആ പ്രൊഡക്റ്റ് എപ്പോഴും ആൾക്കാർ വാങ്ങാൻ സന്നദ്ധരായിരിക്കും. കാരണം അതിപ്പോഴും മാർക്കറ്റിലുണ്ട്, കോമ്പറ്റീറ്റിംഗ് ആണ് എന്നുള്ളൊരു തോട്ട് നമ്മുടെ മൈൻഡിൽ ഉണ്ടാവും. അതുപോലെ പുതിയ പുതിയ കസ്റ്റമേഴ്സിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. പിന്നെ അതിലൂടെ നമുക്ക് മാർക്കറ്റ് വലുതാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഞാൻ തീരെ പരസ്യം കാണാത്ത ഒരാളാണ്. ഞാൻ സാധാരണ എൻ്റെ ടേസ്റ്റിനനുസരിച്ച് പ്രൊഡക്ട്സ് വാങ്ങുന്ന ഒരാളാണെന്ന് വിചാരിക്കുക. കണ്ടിന്യൂസ്ലി ഈ പരസ്യങ്ങളൊക്കെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എവിടെയെങ്കിലും ഞാൻ നോട്ടീസ് ചെയ്യുകയാണെങ്കിൽ ആ പരസ്യം കണ്ട് ഞാൻ ആദ്യം പ്രൊഡക്റ്റ് വാങ്ങാൻ പോകും. പരസ്യം ചെയ്തു, ഒരു ഡിമാൻഡ് ലെവൽ, നമുക്കൊരു സാച്ചുറേറ്റഡ് ഡിമാൻഡ് ഉണ്ട് എന്നാണെങ്കിൽ നമ്മളത് സ്റ്റോപ്പ് ചെയ്ത് കഴിഞ്ഞാലോ പുതിയ ആൾക്കാരത് വാങ്ങിക്കുന്നതിൻ്റെ ഓപ്ഷൻസ് കുറയും അല്ലേ? അപ്പോൾ നമുക്ക് പുതിയ പുതിയ മാർക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. നമ്മുടെ ഫേമിൻ്റെയും പ്രൊഡക്റ്റിൻ്റെയും ഒരു ഇമേജ് കീപ്പ് ചെയ്യുന്നത് അഡ്വർടൈസിങ് ആണ്. ലെക്സോ അത് അടിപൊളി സോപ്പാണ്. കാരണം ന്യൂസ് പേപ്പറിൻ്റെ ഫ്രണ്ട് പേജിലൊക്കെയാണ് ലെക്സിൻ്റെ പരസ്യം വരിക. എത്ര രൂപ കൊടുക്കണം ഒരു ഫ്രണ്ട് പേജ് പരസ്യമൊക്കെ നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട്? അത്രയും രൂപ അവർ മുടക്കുന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല കച്ചവടം ഉണ്ടാവുന്നുണ്ടെങ്കിൽ അവർക്ക് നല്ല പ്രൊഡക്റ്റ് ആയിരിക്കും. നോക്ക്, ആ ഒരു പ്രൊഡക്റ്റിൻ്റെ ഇമേജ് ഒരു അഡ്വർടൈസിങ് കൊണ്ട് എത്രത്തോളം മാറി. അത്തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കാൻ സഹായിക്കും. പിന്നെ ആൾക്കാർക്ക്, സെയിൽസ്മെന്നിന് നമ്മുടെ പൊട്ടൻഷ്യൽ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് പോയിട്ട് പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുന്നത് വളരെ എളുപ്പമാണ്. ലെക്സ് നിങ്ങൾക്ക് അറിയില്ലേ? നിങ്ങൾ അഡ്വർടൈസ്മെൻ്റ് ഒക്കെ കണ്ടിട്ടില്ലേ? നമ്മുടെ കരീന കപൂറും അനുഷ്കയൊക്കെയാണ് ഇതിനകത്ത് അഡ്വർടൈസ്മെൻറ്റിൽ അഭിനയിക്കുന്നത്. അത്ര നല്ല പ്രൊഡക്റ്റാണ്. അവരൊക്കെ അഭിനയിക്കണമെങ്കിൽ ഇത്ര മാത്രം പറഞ്ഞാൽ മതി. അല്ലാതെ മാം ഈ പ്രൊഡക്റ്റ് വാങ്ങിക്കൂ, ഇതിന് ഇത്ര പ്രൈസ് മാത്രമേ ഉള്ളൂ, ഇതിന് ഇത്ര കണ്ടൻസ് ഉണ്ട്, ഇത് ഇത്ര ഗുണങ്ങളുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും സെയിൽസ്മെന്നെ സംബന്ധിച്ച് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല. ഇനി റീറ്റെയിൽ ഔട്ട്ലെറ്റിലോ അല്ലെങ്കിൽ നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ആണെങ്കിൽ ഒന്നും പറയണ്ട, ആ പ്രൊഡക്റ്റ് കണ്ടാൽ തന്നെ ആൾക്കാർ വാങ്ങിച്ചോളൂ അല്ലേ? അതുപോലെ കോസ്റ്റ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ കുറക്കുന്നുണ്ട്. വളരെയധികം ആൾക്കാർ അറിയുന്നുണ്ട്. പിന്നെ നമ്മളിങ്ങനെ ചെറിയ ചെറിയ പ്രൊമോഷൻസ് അവിടെ ഇവിടെയും ചെയ്യേണ്ടതായിട്ടുള്ളൊരു കാര്യമൊന്നും വരുന്നില്ല. പിന്നെ ലാർജ് പ്രൊഡക്ഷന് സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ടോട്ടൽ കോസ്റ്റ്, പെർ യൂണിറ്റ് കോസ്റ്റ് കുറക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതായത് പ്രൊമോഷൻ കൂടുതലുണ്ട്, കൂടുതൽ ആൾക്കാർ ഡിമാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ചെറിയ രീതിയിൽ, ചെറിയ ചിലവിൽ തന്നെ ഓരോ യൂണിറ്റും പ്രൊഡ്യൂസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി നമ്മുടെ ബയ്യേഴ്സിൻ്റെ, നമ്മളെ സംബന്ധിച്ച് ഇവരെന്തിനാണ് ഈ പ്രൊമോഷൻ ചെയ്യുന്നത്, ഇതിൻ്റെ അഡ്വാൻറ്റേജ് നമുക്ക് എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. നമുക്ക് പർച്ചേസിങ് ഈസിയാണ്. നമ്മൾ ഓരോ കാര്യങ്ങളും വായിച്ചു നോക്കേണ്ടി വരില്ല. ചില സിറ്റുവേഷൻസിൽ നമുക്കറിയാം, സ്പെസിഫിക് ആയിട്ട് അഡ്വർടൈസ്മെൻറ്റിൽ പറഞ്ഞിട്ടുണ്ട് ഇതിങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത് എന്നുള്ളത്. അതുപോലെ നമ്മുടെ സമയം, നമ്മുടെ എഫേർട്സ് ഒക്കെ നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഒരുപാട് നേരം ഇരുന്ന് ആലോചിക്കേണ്ടി ഒന്നും വരില്ല. അഡ്വർടൈസ്മെൻറ്റ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ടൊക്കെ ആയിരിക്കുമല്ലോ നമ്മൾ പോകുന്നുണ്ടാവുക. അതുപോലെ തന്നെ കൺസ്യൂമേഴ്സിന് അറിയാം ഒരു പ്രൊഡക്റ്റ് എന്താണ്, അതെങ്ങനെയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്നുള്ളതൊക്കെ. കാരണം അവർ അഡ്വർടൈസ്മെൻറ്റ് കൃത്യമായിട്ട് കാണുന്നുണ്ട്. ഇപ്പം നമ്മൾ അപ്പം ഉണ്ടാക്കുന്ന പൊടിയുടെ ഒരു പരസ്യം ഉണ്ടായിരുന്നു. അതിങ്ങനെ പറയും, ഈ പൊടി ഇങ്ങനെ കലക്കുക, അപ്പച്ചട്ടിയിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കറക്കുക, മീഡിയം ഫ്ലെയിമിൽ വെക്കുക, 5 മിനിറ്റിനുള്ളിൽ അപ്പം റെഡി. ന്യൂഡിൽസ്, അങ്ങനെ മാഗികളുടെ പരസ്യമൊക്കെ നമ്മൾ കാണാറുണ്ട്. ഡിറ്റർജൻസിൻ്റെ പരസ്യം നമ്മൾ കാണാറുണ്ട്. നമുക്കത് ഉപയോഗിച്ച് ശീലം വേണമെന്നില്ല. നമ്മൾ പുതിയതായിട്ട് വാങ്ങിച്ചാലും അഡ്വർടൈസ്മെൻറ്റ് കാണുന്നതുകൊണ്ട് നമുക്കറിയാം അതെങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത്. അതുപോലെ ഇത്തരത്തിലുള്ള അഡ്വർടൈസ്മെൻറ്റ്സ് കൊടുക്കുന്ന സമയത്ത് എപ്പോഴും അവരൊരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? കൺസ്യൂമേഴ്സിന് എന്ത് കിട്ടും? സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് കിട്ടും. ഇനി പറയുന്നത് അഡ്വർടൈസിങ് ഇസ് ദ കണക്റ്റിംഗ് ലിങ്ക് ബിറ്റ്വീൻ മാനുഫാക്ചറർ ആൻഡ് കൺസ്യൂമർ. കൺസ്യൂമറും മാനുഫാക്ചററും തമ്മിലുള്ള ഒരു കണക്റ്റിംഗ് ലിങ്ക് ആണ് ഈ പറയുന്ന അഡ്വർടൈസിങ്. അപ്പം നമുക്ക് പറയാം അഡ്വർടൈസിങ് ഒരു മിഡിൽമാൻ ആണ് എന്ന് പറയാം അല്ലേ? ഒരാളെന്നല്ല, ഒരു മിഡിൽമാൻ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇനി സൊസൈറ്റിക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ഉണ്ട് നോക്കാം. ഇറ്റ് ജനറേറ്റ്സ് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ്. അഡ്വർടൈസിങ് ഏജൻസികൾ കൂടുതൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ അഭിനയിക്കുന്ന ആൾക്കാർക്ക്, അതിൻ്റെ ക്രൂ, അതിൻ്റെ കാസ്റ്റ്, അതുപോലെ അതിൻ്റെ ടെക്നീഷ്യൻസ്, അവർക്കൊക്കെ ജോലി കിട്ടിക്കൊണ്ടിരിക്കുകയല്ലേ? അതുപോലെ ഇറ്റ് ഇസ് എൻ എഫക്റ്റീവ് ടൂൾ വിച്ച് റേസസ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓഫ് ദ പീപ്പിൾ ഇൻ ദ കൺട്രി. ഒരു അഡ്വർടൈസ്മെൻറ്റ് വരുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുക, ഓക്കെ, അത് നമ്മൾ യൂസ് ചെയ്യണം, നമ്മൾ ആ ഒരു സ്റ്റാൻഡേർഡിലേക്ക് നമ്മൾ വരണം, അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങിക്കാൻ ട്രൈ ചെയ്യണം. അത് നമ്മുടെ ലൈഫ് കൂടുതൽ ബെറ്റർ ആക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ AC ആയിരിക്കാം, വാഷിംഗ് മെഷീൻ ആയിരിക്കാം. വാഷിംഗ് മെഷീനൊക്കെ വരുമ്പോൾ എത്രത്തോളം സമയം നമുക്ക് സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. മിക്സി, ഇതൊക്കെ അഡ്വർടൈസ്മെൻറ്റ്സിൽ കാണുന്നത് കൊണ്ടാണ് സൊസൈറ്റി അത് ആക്സെപ്റ്റ് ചെയ്ത് അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നത്. അതുപോലെ ഇറ്റ്
എഡ്യൂക്കേറ്റ്സ് മെമ്പേഴ്സ് ഓഫ് ദ കമ്മ്യൂണിറ്റി ഇൻ ദ വാരിയസ് യൂസ് ഓഫ് പ്രൊഡക്ട്സ് എങ്ങനെ യൂസ് ചെയ്യണം, അതിൻ്റെ ഉപയോഗം എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സൊസൈറ്റിനെ അറിയിക്കാൻ പറ്റുന്നത് ഇത്തരത്തിലുള്ള സ്ട്രോങ് അഡ്വർടൈസ്മെൻറ്റ്സ് ഉണ്ടാവുന്നത് കൊണ്ടാണ്. ഇനി നമ്മൾ പഠിക്കുന്നത് ഈ അഡ്വർടൈസിങ്ങിൻ്റെ ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളത്. എന്തായാലും ഒരു കാര്യത്തിന് രണ്ട് വശം ഉണ്ടാവും അല്ലേ? എന്താ രണ്ടാമത്തെ വശം നമുക്ക് നോക്കാം. വളരെ സിമ്പിളാണ്. അഡ്വർടൈസിങ് എപ്പോഴും ആൾക്കാർക്ക് വേണ്ടാത്ത സാധനങ്ങൾ വാങ്ങിപ്പിക്കും. പല സാധനങ്ങളും നമുക്ക് നമ്മുടെ ഡെയിലി ലൈഫിൽ ആവശ്യമില്ല, പക്ഷെ നമ്മൾ എന്ത് ചെയ്യും, അഡ്വർടൈസ്മെൻറ്റിൽ കണ്ടതുകൊണ്ട് ഒരു ക്യൂരിയോസിറ്റിക്ക് നമ്മളത് പോയിട്ട് വാങ്ങിക്കാറുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട് സൂപ്പർ മാർക്കറ്റിൽ പോയി സാധനം വാങ്ങിക്കരുത് എന്നുള്ളത്. നമ്മൾ എന്താ പറയുക, ഞാനും നമ്മുടെ സ്വാതി മിസ്സൊക്കെ ഒന്നിച്ചാണ് റൂം ഷെയർ ചെയ്ത് നിൽക്കുന്നത്, ഹോസ്റ്റലിൽ നിൽക്കുന്നത്. ഞാൻ എപ്പോഴും സാധനം വാങ്ങിക്കുമ്പോൾ നെക്സ്റ്റ് ഒന്നും പ്രിഫർ ചെയ്യില്ല. അവിടുത്തെ സാധനങ്ങൾക്ക് ക്വാളിറ്റി ഇല്ലാത്തത് കൊണ്ടോ ഒന്നുമല്ല, പ്രൈസ് കൂടുതലും കൊണ്ടോ അതൊന്നും അല്ലായിരുന്നു ഫാക്ടേഴ്സ്. ഞാൻ സൂപ്പർ മാർക്കറ്റിൽ കയറി കഴിഞ്ഞാൽ മക്കളെ ഷുവറാണ് അനാവശ്യമായിട്ട് ഞാൻ സാധനങ്ങൾ വാങ്ങിക്കും. നമ്മളിങ്ങനെ ബാസ്ക്കറ്റ് എടുത്ത് പോകുന്ന സമയത്ത് ഇത് കൊള്ളാലോ, ഇതൊരെണ്ണം വാങ്ങിക്കാം, ഇത് കൊള്ളാലോ, ചെറിയ പൈസയിലേ ഉള്ളൂ, ഇത് വാങ്ങിക്കാം. വാങ്ങിച്ച അവസാനം ബില്ല് കൊടുത്ത് വീട്ടിലെത്തി നോക്കുമ്പോഴത്തേനും ഉപയോഗമില്ലാത്ത ഒരുപാട് സാധനങ്ങളുണ്ടാവും. അതുകൊണ്ട് എൻ്റെ അമ്മ എന്നെ സൂപ്പർ മാർക്കറ്റിൽ കൂട്ടാറില്ല. നീ വരണ്ട, ബില്ല് ഇരട്ടിയാവും എന്ന് പറയും. സോ ഇത്തരത്തിൽ അഡ്വർടൈസ്മെൻറ്റ്സ് കാണുന്നത് കൊണ്ടും ഇതിങ്ങനെ ഡിസ്പ്ലേ ചെയ്തതിൻ്റെ ഭംഗി, അതും സെയിൽസ് പ്രൊമോഷനാണ് അല്ലേ, ഇതൊക്കെ കാണുന്ന സമയത്ത് നമ്മൾ അനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കും. അതുപോലെ നമുക്ക് ശരിക്കും ഈ അഡ്വർടൈസ്മെൻറ്റ് കൊണ്ട് നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നുണ്ടോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. മഞ്ഞൾ സോപ്പിട്ട് കുളിച്ച് കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും വെളുത്ത് തുടുത്ത് നല്ല സുന്ദരിമാരാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? നിങ്ങൾക്കറിയാം സയന്റിഫിക്കലി അതിലൊന്നും ഒരു കാര്യമില്ല എന്നുള്ളത്. പിന്നെ അഡ്വർടൈസിങ് എപ്പോഴും ഹയർ പ്രൈസിലേക്കാണ് ലീഡ് ചെയ്യുക. ലക്സിൻ്റെ വില നിങ്ങൾ നോക്ക്. പരസ്യങ്ങൾ കുറവുള്ള പ്രോഡക്റ്റ് ചിലപ്പോൾ നല്ലത് തന്നെ ആയിരിക്കും കേട്ടോ, അതും ആ പ്രോഡക്റ്റിന് പ്രൈസ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ഇനി ഒരു ഫോൾസ് ആൻഡ് മിസ്ലീഡിംഗ് ആണ് അഡ്വർടൈസിംഗ് നമുക്ക് പറയാം. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇന്ദുലേഖയുടെ പരസ്യത്തിൻ്റെ ഒരു പ്രശ്നം നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അല്ലേ, നമ്മൾ പഠിച്ചതാണ്. ഇന്ദുലേഖ നമ്മുടെ മമ്മൂട്ടി ബ്രാൻഡ് ചെയ്തു, പക്ഷേ അതിൻ്റെ ക്വാളിറ്റി അവർ പരസ്യത്തിൽ പറയുന്നത് പോലുള്ള ഒരു കാര്യം അതിനകത്ത് ഇല്ലാത്തത് കൊണ്ട് ഒരാൾ അതിനെതിരെ കേസ് കൊടുത്തു. സോ ഫോൾസ് ആൻഡ് മിസ്ലീഡിംഗ് ആയിരിക്കാം. പിന്നെ ഏറ്റവും ഇറവലൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അഡ്വർടൈസിങ്ങിൽ നമ്മൾ പറയുക. ഏകദേശമുള്ള അഡ്വർടൈസ്മെൻറ്റും ഇറലവൻ്റ് തന്നെയാണ്. പിന്നെ ബാഡ് ടേസ്റ്റ് എക്സിബിറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെന്താ പറയുന്നത്, അഡ്വർടൈസിങ് ഈസ് ടു ഇൻട്രസ്റ്റീവ്. നമുക്ക് വിശ്വസിക്കാൻ കൊള്ളാത്ത കാര്യങ്ങളാണ് പല സമയത്തും അഡ്വർടൈസിങ്ങിൽ ഉണ്ടാവുക. ഒരു മൊണോപോളി ഇത് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള ആൾക്കാരൊക്കെ സൈഡിൽ നിർത്തി അഡ്വർടൈസ് ചെയ്യുന്ന കമ്പനീസ് മാത്രം വളരെ വലിയ രീതിയിൽ മാർക്കറ്റ് പിടിച്ചടക്കുന്ന ഒരു സിറ്റുവേഷൻ നമ്മൾ കാണാറുണ്ട്. ഇനി നമ്മൾ നോക്കുന്നത് അഡ്വർടൈസിങ്ങിന് ഒബ്ജക്ഷൻസ് ഉണ്ട്. ഒന്നാമത്തത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതുപോലെ ചെലവ് കൂട്ടുന്നുണ്ട് അല്ലേ. കൂടുതൽ ചെലവ് നമുക്ക് ഉണ്ടാക്കുന്നത് ഈ പറയുന്ന അഡ്വർടൈസിംഗ് ആണ്. പ്രൊഡക്റ്റിന് ചെലവ് കൂടുമ്പോൾ നമ്മൾ അതിന് കൂടുതൽ പ്രൈസ് കൊടുക്കേണ്ടതായിട്ട് വന്നേക്കാം എന്ന് പറയുന്നുണ്ട്. ശരിയായിരിക്കാം, തെറ്റായിരിക്കാം, ചില ആർഗ്യുമെന്റ്സ് മാത്രമാണ്. പിന്നെ പറയുന്നത് സാമൂഹിക മൂല്യങ്ങളെ ദുർബലപ്പെടുത്തുന്നുണ്ട്. എങ്ങനെയാ, പുതിയ പ്രൊഡക്റ്റ് വരുന്ന സമയത്ത് ഓൾറെഡി ഉള്ള പ്രൊഡക്റ്റിൽ നമുക്കൊരു ഡിസ്സാറ്റിസ്ഫാക്ഷൻ തോന്നും. പക്ഷെ ഇത് നമുക്ക് പൂർണ്ണമായിട്ട് യോജിക്കാൻ പറ്റും. നിങ്ങൾ ആലോചിച്ച് നോക്ക്, അഡ്വർടൈസ്മെന്റ് എന്താ ചെയ്യുന്നത്? ഇൻഫർമേഷൻ മാത്രമാണ് കൊടുക്കുന്നത്. കൺഫർമേഷൻ അല്ലെങ്കിൽ ആ ചോയ്സ്, വാങ്ങണോ വേണ്ടയോ എന്നുള്ള ചോയ്സ് കൺസ്യൂമേഴ്സിന്റെ കയ്യിൽ തന്നെയാണ്. പിന്നെ നമ്മളോട് പറയുന്നുണ്ട് വാങ്ങുന്ന ആൾക്കാരെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്നുണ്ട് എന്നുള്ളത്. അതൊരു ക്രിറ്റിസിസം മാത്രമായിട്ടല്ല നമുക്ക് പറയാൻ പറ്റും. ഒരുപാട് പ്രൊഡക്റ്റ് ഉണ്ടാകുന്ന സമയത്ത് ഇത് വാങ്ങണോ അത് വാങ്ങണോ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ കൺഫ്യൂഷൻ നമുക്ക് ക്ലിയർ ചെയ്യാം. അതിൻ്റെ ഇൻഫർമേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് നമുക്ക് പർച്ചേസ് ഡിസിഷൻ എടുക്കാവുന്നതേ ഉള്ളൂ. ഇനി പറയുന്നത് ഇൻഫീരിയർ പ്രൊഡക്ട്സിന്റെ സെയില്, അതായത് തീരെ ക്വാളിറ്റി ഇല്ലാത്ത പ്രൊഡക്ട്സിന്റെ സെയിൽ എൻകറേജ് ചെയ്യുന്നുണ്ട് അഡ്വർടൈസ്മെന്റ് എന്ന്. അഡ്വർടൈസിങ്ങിന്റെ കണ്ണിൽ ഒരു പ്രൊഡക്റ്റ് ഇൻഫീരിയർ ആണോ അല്ലെങ്കിൽ സുപ്പീരിയർ ആണോ എന്നൊന്നുമില്ല. നമ്മൾ എന്താണോ നമ്മുടെ പേഴ്സ്പെക്റ്റീവിൽ എന്താണോ സുപ്പീരിയർ അതാണ് സുപ്പീരിയർ, അല്ലെങ്കിൽ ഇൻഫീരിയർ. അപ്പം നമുക്ക് എന്ത് പറയാൻ പറ്റില്ല, കസ്റ്റമേഴ്സിന്റെ ചോയ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണിത്. അല്ലാതെ അഡ്വർടൈസിങ് ഒരു പ്രൊഡക്റ്റ് മോശമാക്കുന്നില്ല, നല്ലതാക്കുന്നില്ല. ഒരു മോശം പ്രൊഡക്റ്റിന്റെ സെയിലിനെ അത് പോസിറ്റീവായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല അല്ലേ. ഇനി പറയുന്നത് ചില അഡ്വർടൈസ്മെന്റ്സ് ബാഡ് ഇൻ ടേസ്റ്റ് ആണ്. അത് മറ്റൊരു ക്രിറ്റിസിസം ആണ്. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ലീഗലി പോയിട്ട് അല്ലേ, നമുക്ക് ലീഗലി അത്തരത്തിലുള്ള കാര്യങ്ങൾ പ്രൊഹിബിറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. നിയമം വിചാരിച്ചു കഴിഞ്ഞാൽ പ്രൊഹിബിറ്റ് ചെയ്യാം. എന്ന് വെച്ചാൽ അഡ്വർടൈസ്മെന്റ് ചെയ്യരുത് എന്ന് പറയാൻ പാടില്ലല്ലോ. ഇനിയുള്ളത് പേഴ്സണൽ സെല്ലിംഗ് ആണ്. നമ്മൾ എന്ത് കണ്ടു, അഡ്വർടൈസ്മെന്റ് കണ്ടു, സെയിൽസ് പ്രൊമോഷൻ ടൂൾസിന്റെ അഡ്വർടൈസിങ് കണ്ടു. ഇനിയുള്ളത് പേഴ്സണൽ സെല്ലിംഗ് ആണ്. അതായത്
നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നേരിട്ട് പോയി പറയുന്നതാണ്. സോ പ്രോസസ് ഓഫ് ഇൻഫോമിംഗ്, അസിസ്റ്റിംഗ് ആൻഡ് പെർസ്വേഡിംഗ് പീപ്പിൾ ടു ബൈ ദ പ്രൊഡക്റ്റ് ത്രൂ ഡയറക്റ്റ് പേഴ്സണൽ കോൺടാക്റ്റ് ആണ്. കമ്പനീസിന്റെ റെപ്രസെൻറ്റേറ്റീവ്സ് നമ്മുടെ വീടുകളിലൊക്കെ സാധനങ്ങൾ വിൽക്കാൻ വരാറില്ലേ, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പേഴ്സണൽ സെല്ലിംഗ് എന്ന് പറയുന്നത്. ഇതിലൂടെ ഒരു സെയിൽസ്മാന് ഓറൽ പ്രസന്റേഷൻ ത്രൂ ആൾക്കാരെ കൊണ്ട് സാധനങ്ങൾ വാങ്ങിപ്പിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി അതിന്റെ മെയിൻ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ഇതൊരു പേഴ്സണൽ ഫോം ആണ്, വിച്ച് മീൻസ് ഡയറക്റ്റ് ഫേസ് ടു ഫേസ് കോൺടാക്ട് വിത്ത് കസ്റ്റമേഴ്സ് ഉണ്ടാവുന്നുണ്ട്. അതുകൂടാതെ റിലേഷൻഷിപ്പ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. സ്ഥിരമായിട്ട് വീട്ടിൽ ഒരു ചേച്ചി വരാറുണ്ട് സർഫ് എക്സലിന്റെ ഇത് വെക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ചേച്ചി ഒരു കമ്പനിയിൽ നിന്ന് ഡയറക്റ്റ് വരുന്നതാണ്, മാർക്കറ്റിംഗ് പഠിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്, ട്രെയിനിങ് ആണ് എന്നൊക്കെ. അപ്പോൾ അമ്മ എപ്പോഴും സർഫ് എക്സൽ മാത്രമേ വാങ്ങുള്ളൂ. അതല്ലാതെ വേറെ ആര് വിൽക്കാൻ വന്നു കഴിഞ്ഞാൽ അമ്മ പറയുമോ ഞാനൊരു മോളെടുത്ത് നിന്നാണ് വാങ്ങിക്കുക, ഞാൻ അത് മാത്രമേ വാങ്ങിക്കാറുള്ളൂ. അപ്പോൾ ഇതെപ്പോഴും അമ്മയ്ക്ക് ആ ഒരു ബ്രാൻഡിനോടുള്ള സ്നേഹം കൊണ്ടല്ല, നേരെ മറിച്ച് എന്താണ്, ആ ആളോടുള്ള സ്നേഹം കൊണ്ടാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും, ഇതുപോലെ ഒരു പേഴ്സണൽ റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതിലൂടെ നമുക്ക് കൂടുതൽ സെയിൽസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇതൊക്കെ ഒരു ടെക്നിക്ക് തന്നെയാണ് കേട്ടോ. അവർക്ക് കൊടുക്കുന്ന ട്രെയിനിങ് മെത്തേഡ് അവരത് ചൂസ് ചെയ്യാൻ കാരണം അതിലൂടെ അവർക്കൊരു പേഴ്സണൽ റിലേഷൻ കീപ്പ് ചെയ്യാൻ പറ്റും എന്നറിയുന്നത് കൊണ്ടാണ്. ഇതിൻ്റെ മെറിറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ എപ്പോഴും ഒരു പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ സെയിൽസ് നമ്മൾ ഉറപ്പിക്കും. ആ ചേച്ചി നാളെ വരുമോ ഇല്ലയോ എന്നുള്ളത് ഉറപ്പൊന്നുമില്ല, പക്ഷെ ആ ചേച്ചി വന്നാൽ എങ്ങനെയാണ് മുടക്കാന്നാണ് നമ്മൾ പറയുക. വിച്ച് മീൻസ് ഫ്യൂച്ചറിലും ആ പ്രൊഡക്റ്റിനൊരു സെയിൽ അവർ എൻഷുർ ചെയ്യുന്നുണ്ട്. അതുപോലെ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. ആൾക്കാരുടെ സ്വഭാവത്തിനനുസരിച്ച് അവരെങ്ങനെ റിയാക്ട് ചെയ്യുന്നു നോക്കിയിട്ട് നമുക്ക് അവരുടെ മുന്നിൽ സാധനം പ്രസന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, നിങ്ങൾ സൺഡേ ഹോളിഡേ സിനിമ കണ്ടിട്ടുണ്ടോ? സൺഡേ ഹോളിഡേ സിനിമയിൽ നമ്മുടെ അപർണ ബാലമുരളി ചെരുപ്പ് വെക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഓരോരാളുടെ അടുത്ത് പോയിട്ടും ഓരോ രീതിയിലാണ് പറയുന്നത്. ചിത്ര ചേച്ചി വരെ ഈ ഒരു ചെരുപ്പാണ് യൂസ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ സംഗീതത്തിന് ഇഷ്ടപ്പെടുന്ന ഒരു ചേച്ചി അത് വാങ്ങിക്കുകയാണ്. മറ്റൊരാളോട് പറയാണ് വാദത്തിൻ്റെ അസുഖം സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് പറയുമ്പോൾ അയാളത് വാങ്ങിക്കുകയാണ്. ചാരിറ്റിയിൽ വീഴെന്ന് തോന്നിക്കഴിയുമ്പോൾ ഇത് ചാരിറ്റി ആണെന്ന് പറഞ്ഞ ആളെ കൊണ്ട് അത് വാങ്ങിപ്പിക്കുകയാണ്. സോ കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ അതിൻ്റെ ഫീച്ചേഴ്സ് എന്താണ്, അതിൻ്റെ യൂസ് എന്താണ് എന്നുള്ളതൊക്കെ അവരെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി അവരെ കൊണ്ട് വാങ്ങിപ്പിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. വിച്ച് മീൻസ് പ്രൊവൈഡിങ് എഡ്യൂക്കേഷൻ ടു കസ്റ്റമേഴ്സ്. എ ഗുഡ് സെയിൽസ്മാൻ ഡെവലപ്സ് എ ഫ്രണ്ട്ലി ആൻഡ് പേഴ്സണൽ റിലേഷൻഷിപ്പ് വിത്ത് ദ കസ്റ്റമേഴ്സ്. അപ്പോൾ ഇത്രയും ബെനിഫിറ്റ്സ് ആണ് നമ്മുടെ കമ്പനീനെ സംബന്ധിച്ച് പേഴ്സണൽ സെല്ലിംഗ് കൊണ്ടുള്ളത്. ഇനി നമ്മൾ പോകുന്നത് മൂന്നാമത്തെ എലമെൻ്റ് ആയിട്ടുള്ള സെയിൽസ് പ്രൊമോഷനിലേക്കാണ്. അതായത് നമ്മുടെ ഈ പറഞ്ഞ അഡ്വർടൈസിങ് ആൻഡ് പേഴ്സണൽ സെല്ലിംഗ് ഒഴികെ നമ്മൾ എന്ത് ആക്ടിവിറ്റീസ് യൂസ് ചെയ്ത് നമ്മുടെ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനെ നമുക്ക് സെയിൽസ് പ്രൊമോഷൻ എന്ന് വിളിക്കാം. അത് ക്യാഷ് ഡിസ്കൗണ്ട് കൊടുക്കുന്നതായിരിക്കാം, കോൺടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുന്നതായിരിക്കാം, ഫ്രീ ഗിഫ്റ്റുകൾ കൊടുക്കുന്നതായിരിക്കാം. അതുകൊണ്ട് എന്താ ഗുണമുള്ളത്, നമുക്ക് നമ്മുടെ ഗുഡ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അവരെ സ്ട്രോങ് ആയിട്ട് പൊസ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. പിന്നെ കോമ്പറ്റീഷൻ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുകൂടാതെ ബ്രാൻഡിൻ്റെ റെപ്യൂട്ടേഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് സാധിക്കും. പുതിയ പ്രൊഡക്റ്റിന് പുതിയ ഡിമാൻഡ്, ഇനീഷ്യലി അതിനൊരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. ഇനി നമ്മൾ പോകുന്നത് ഇതിൻ്റെ തന്നെ ഡീമെറിറ്റ്സിലേക്കാണ്. സെയിൽസ് പ്രൊമോഷൻ ഒരുപാട് നമ്മൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ടെമ്പററി ആൻഡ് ഷോർട്ട് ലൈഫ് മാത്രമുള്ളതായിരിക്കും. നമുക്ക് ഒരുപാട് കാലത്തേക്ക് കൊടുക്കാൻ പറ്റില്ല, ഷോർട്ട് ഡ്യൂറേഷനിൽ മാത്രമേ നമുക്കത് കൊടുക്കാൻ പറ്റുള്ളൂ. അതുപോലെ നമ്മുടെ ബ്രാൻഡ് ഇമേജിനെ ഇത് എഫക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. കണ്ടിന്യൂസ്ലി ഈ ഓഫർ കൊടുക്കുന്ന ഒരു ബ്രാൻഡാണെങ്കിൽ നമ്മൾ വിചാരിക്കാം എന്നാൽ അതിനെന്തോ കുഴപ്പമുണ്ടല്ലോ, വിട്ടു പോകുന്നില്ലേ, പിന്നെ എന്തിനാ ഇവരിങ്ങനെ ഒരു പ്രൊമോഷൻ എന്നുള്ള രീതിയിൽ ഇത്തരത്തിലുള്ള ഡിസ്കൗണ്ട്സും ഗിഫ്റ്റൊക്കെ കൊടുക്കുന്നത്. ബ്രാൻഡ് ഇമേജിനെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ നോൺ റിക്കറിങ് ഇൻ ദ യൂസ് ആണ്. അതായത് അവരുടെ സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് നമുക്ക് വീണ്ടും വീണ്ടും ചെയ്യാനൊന്നും പറ്റില്ല. അത് അത്തരത്തിൽ നെഗറ്റീവായിട്ടും ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. കൺസ്യൂമേഴ്സിന് എന്ത് തോന്നും, നമ്മുടെ സബ് സ്റ്റാൻഡേർഡ് പ്രൊഡക്ട്സ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, സ്റ്റാൻഡേർഡ് ഇല്ലാത്ത അല്ലെങ്കിൽ ഡാമേജസ് ഒക്കെ ഉള്ള പ്രൊഡക്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ചെയ്യുന്നത് എന്നുള്ളൊരു തോന്നലുണ്ടാവും. ദെൻ ഇത് എക്സ്പെൻസീവ് ആണ് ആൻഡ് ലീഡ്സ് ടു എ റൈസ് ഇൻ ദ പ്രൈസ് ഓഫ് ദ പ്രൊഡക്റ്റ്. ഈ ഗിഫ്റ്റ് കൊടുക്കുക, ഡിസ്കൗണ്ട് കൊടുക്കുക, ക്യാഷ് പ്രൈസ് കൊടുക്കുക, കോൺടെസ്റ്റുകൾ കണ്ടക്ട് ചെയ്യുക, ഇതിനൊക്കെ ചിലവില്ലേ. അപ്പോൾ ഇതൊക്കെ നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസിലേക്ക് ആഡ് ചെയ്യാനുള്ള ഒരു സാധ്യത കൂടി നമുക്ക് കാണാം. ഇനി എന്തൊക്കെ സെയിൽസ് പ്രൊമോഷൻ ടൂൾസ് ആണ് കമ്പനി യൂസ് ചെയ്യുന്നത് നോക്കാം. നമുക്കറിയാം റിബേറ്റ് കൊടുക്കും. അതായത് ഒരു സ്പെസിഫൈഡ് പ്രൈസ് ആയിരിക്കും അതിനുണ്ടാവുക. ഒറിജിനൽ പ്രൈസ് ചിലപ്പോൾ 100 രൂപയായിരിക്കും, അവർ കൊടുക്കുന്നത് 95 രൂപയ്ക്കായിരിക്കും. ഇതിനെയാണ് നമ്മൾ റിബേറ്റ് എന്ന് പറയുക. അല്ലെങ്കിൽ ഡിസ്കൗണ്ട് കൊടുക്കും, റീഫണ്ട് കൊടുക്കും, ഒരു പ്രൊഡക്റ്റിൻ്റെ കൂടെ വേറൊരു പ്രൊഡക്റ്റ് സമ്മാനമായിട്ട് കൊടുക്കും, അല്ലെങ്കിൽ ബൈ ടു ഗെറ്റ് വൺ ഫ്രീ അല്ലെങ്കിൽ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ, ഇത്തരത്തിലുള്ള ക്വാണ്ടിറ്റി ഗിഫ്റ്റുകളായിരിക്കാം, അല്ലെങ്കിൽ ലക്കി ഡ്രോസ് ഒക്കെ ആയിരിക്കാം. ഇങ്ങനെ പല രീതിയിലും അവർക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ബ്രാൻഡ്
നമ്മുടെ സെയിൽസ് പ്രൊമോഷൻ ആക്ടിവിറ്റീസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഈ പറയുന്നതൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്നതല്ലേ? യെസ്. ഇനി നമ്മൾ പോകുന്നത് നമ്മുടെ 4ാമത്തെ എലമെന്റ് ആയിട്ടുള്ള പബ്ലിസിറ്റിയിലേക്കാണ്. പബ്ലിസിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നോൺ പേഴ്സണൽ ഫോം ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഒരു തരത്തിലും കൺസ്യൂമേഴ്സുമായിട്ട് കോൺടാക്ട് ചെയ്യുന്നില്ല. സോ ഇറ്റ് ഇസ് ജനറലി ടേക്ക് പ്ലേസ് വെൻ ഫേവറബിൾ ന്യൂസ് ഈസ് പ്രസന്റഡ് ഇൻ ദ മാസ് മീഡിയ അബൌട്ട് ദ പ്രൊഡക്റ്റ് ഓർ സർവീസ്. ഒരു സർവീസിനെ കുറിച്ച്, നമ്മൾ കൊടുക്കുന്ന സർവീസിനെ കുറിച്ചോ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ടോ എന്തെങ്കിലും ഒരു ന്യൂസ് നമ്മുടെ പത്രത്തിലോ TV-യിലോ ഒക്കെ വരികയാണെങ്കിൽ നമ്മുടെ കസ്റ്റമേഴ്സിൻ്റെ മൈൻഡിൽ ഒരു ഇംപ്രഷൻ ഉണ്ടാക്കുമ്പോൾ ഓക്കെ ആ പ്രൊഡക്റ്റ് ഇത്ര നല്ലതെന്ന് തോന്നുന്നു, ന്യൂസിലൊക്കെ പറയുന്നുണ്ട് എന്ന് നമ്മൾ പറയും. ഇതിനെയാണ് നമ്മൾ പറയുന്നത് പബ്ലിസിറ്റി എന്നുള്ളത്. ഇതൊരു അൺപെയ്ഡ് ഫോമാണ്. നമുക്ക് ചിലവൊന്നും ഇതിനകത്ത് വരുന്നില്ല. ഇനി പബ്ലിക് റിലേഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. എന്താ പബ്ലിക് റിലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഓർഗനൈസേഷൻ്റെ അനുകൂലമായ പ്രതിച്ഛായ സൃഷ്ടിക്കുന്നതിനും പരിപാലിക്കുന്നതിനുമായിട്ട് രൂപകൽപ്പന ചെയ്ത ആശയവിനിമയ പ്രവർത്തനങ്ങളെ നമ്മൾ പബ്ലിസിറ്റി എന്ന് പറയും. പബ്ലിക് റിലേഷൻ എന്ന് പറയും. നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് ആൾക്കാരുടെ മൈൻഡിൽ നല്ല ചിന്ത ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത്. സോ എംപ്ലോയീസ്, അതുപോലെ കസ്റ്റമേഴ്സ്, ഇൻവെസ്റ്റേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ്, ജനറൽ പബ്ലിക്, ഇവരുമായിട്ട് നമ്മളൊരു കണക്ഷൻ ക്രിയേറ്റ് ചെയ്തെടുക്കും. അതിലൂടെ ആൾക്കാർക്ക് തോന്നും ഓക്കെ നല്ല ബ്രാൻഡാണ് എന്നുള്ളത്. അതിനെയാണ് നമ്മൾ പബ്ലിക് റിലേഷൻ എന്ന് പറയുന്നത്. എന്തൊക്കെ ഉണ്ടാവും അതിനകത്ത്? പ്രസ് റിലേഷൻസ് ഉണ്ടാവും. അതായത് നമ്മുടെ മീഡിയാസ്, പത്രങ്ങൾ, ഇവരുമായിട്ട് നമ്മൾ നല്ലൊരു റിലേഷൻ കീപ്പ് ചെയ്യും, നല്ലൊരു കോണ്ടാക്ട് കീപ്പ് ചെയ്യും. ഇനിയുള്ളത് പ്രൊഡക്റ്റ് പബ്ലിസിറ്റിയാണ്. അതായത് ഒരു പുതിയ പ്രൊഡക്റ്റിന് എന്ത് വേണം? സ്പെഷ്യൽ എഫേർട്സ് എടുക്കണം, അത് പബ്ലിക്കിൻ്റെ അടുത്തേക്ക് നമ്മൾ എത്തിക്കാൻ വേണ്ടിയിട്ട്. സോ ദ കമ്പനി ക്യാൻ മേക്ക് പീപ്പിൾ ഡ്രോ ദെയർ അറ്റൻഷൻ ടു ദ ന്യൂ പ്രോഡക്ട്സ് ബൈ കണ്ടക്ടിങ് സ്പോർട്സ് ആൻഡ് കൾച്ചറൽ ഈവൻറ്റ്സ്. ഇത്തരത്തിലുള്ള പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നതിലൂടെ പബ്ലിക്കിൻ്റെ അട്രാക്ഷൻ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടി അല്ലെങ്കിൽ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. ഇനി കോർപ്പറേറ്റ് കമ്മ്യൂണിക്കേഷൻ വരുന്നുണ്ട്. അതായത് ദ ഇമേജ് ഓഫ് ദ ഓർഗനൈസേഷൻ നീഡ്സ് ടു ബി പ്രൊമോട്ടഡ് ത്രൂ കമ്മ്യൂണിക്കേറ്റിംഗ് വിത്ത് ദ പബ്ലിക് ആൻഡ് ദ എംപ്ലോയീസ് വിത്തിൻ ദ ഓർഗനൈസേഷൻ. അതങ്ങനെ നമ്മൾ ചെയ്യുക, ന്യൂസ് ലെറ്റേഴ്സ്, ഓഡിയോ വിഷ്വൽസ്, ഇതൊക്കെ നമ്മൾ നമ്മുടെ എംപ്ലോയീസിൻ്റെ ഇടയിലേക്ക് ഇങ്ങനെ കൊടുക്കും. അപ്പോൾ ഇവരുടെ ഉള്ളിലും നമ്മുടെ കമ്പനീനെ കുറിച്ച് നല്ലൊരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ നമുക്ക് സാധിക്കും. പിന്നെ കൗൺസിലിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടാവുമല്ലോ ഗവൺമെൻറ്റിൻ്റെയൊക്കെ, ഇവർ കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ അടുത്ത് വന്നിട്ട് ഇതിങ്ങനെ ചെയ്യണം, അത് അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറയും. അപ്പം നമ്മളത് അവരുടെ കയ്യിൽ നിന്ന് സ്വീകരിക്കും. അപ്പം നമുക്ക് എന്ത് സംഭവിക്കും? കൂടുതലായിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് അവരുടെ ഉള്ളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. സോ ദ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെന്റ് അഡ്വൈസസ് ദ മാനേജ്മെന്റ് ഓൺ ജനറൽ ഇഷ്യൂസ് വിച്ച് എഫക്ട്സ് ദ പബ്ലിക് ആൻഡ് പൊസിഷൻ ഓഫ് ദ കമ്പനി. കമ്പനീൻ്റെ പൊസിഷൻസിനെ ബാധിക്കുന്ന അല്ലെങ്കിൽ പബ്ലിക്കിനെ എഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങളിലൊക്കെ ഇതുപോലുള്ള ഒഫീഷ്യൽസ് വന്നിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻസ് തരും, അല്ലെങ്കിൽ ഇൻഫർമേഷൻസ് ഒക്കെ തരും. അതും നമുക്ക് നമ്മുടെ ഓർഗനൈസേഷനെ പോസിറ്റീവായിട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സാധിക്കും. അടുത്തത് നമ്മുടെ ലോബിയിങ് ആണ്. ലോബിയിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും, പുതിയ പോളിസീസ് നിർമ്മിക്കാനായിരിക്കാം, അല്ലെങ്കിൽ മറ്റെന്ത് കാര്യത്തിനായാലും നമ്മുടെ ഗവൺമെൻറ് ഒഫീഷ്യൽസുമായിട്ട് അല്ലെങ്കിൽ മിനിസ്റ്റേഴ്സുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അവരൊക്കെ ആയിട്ട് നമുക്ക് കമ്മ്യൂണിക്കേഷൻസ് ചെയ്യേണ്ടതായിട്ട് വരും. എന്തെങ്കിലും നമുക്ക് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ടെങ്കിൽ നമ്മളതിനെ എതിർത്ത് നിന്ന്, അങ്ങനെ ഭയങ്കര ഇഷ്യൂസ് ഒക്കെ ഉണ്ടാക്കിയിട്ടൊന്നുമില്ല, അല്ലെങ്കിൽ നമ്മൾ അതിനെ എതിർത്ത് നിന്ന് അതിനോട് സംസാരിച്ച്, അപ്പോൾ അത്തരത്തിൽ എപ്പോഴും നമ്മുടെ കമ്പനിയുടെ പബ്ലിക് റിലേഷൻ ഡിപ്പാർട്ട്മെൻറ്റിന് ഇത്തരത്തിലുള്ള രീതിയിൽ നമ്മുടെ ഒഫീഷ്യൽസുമായിട്ടൊക്കെ ഡീൽ ചെയ്യേണ്ടി വന്നേക്കാം. അതിനെയാണ് നമ്മൾ ലോബിയിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. അതുകൂടാതെ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട്. അതായത് നമ്മുടെ പബ്ലിക് റിലേഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അവയർനെസ് ക്രിയേറ്റ് ചെയ്യാം, ക്രെഡിബിലിറ്റി ക്രിയേറ്റ് ചെയ്യാം, എക്കണോമിക്കലായിട്ട് ഡീൽ ചെയ്യാം, സെയിൽ ഫോഴ്സസിനെ സ്റ്റിമുലേറ്റ് ചെയ്യാം, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. ഇതത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്തത് കൊണ്ടാണ് ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാത്തത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ വളരെ നന്നായിട്ട് പഠിക്കേണ്ടത്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടു. ഒരു 1-2 മണിക്കൂറെങ്കിലും മിനിമം നമ്മൾ ഇരുന്ന് ഇതിൻ്റെ മുകളിൽ വർക്ക് ചെയ്തേ പറ്റുള്ളൂ. അപ്പോൾ ഓരോ ടോപ്പിക്കും വളരെ നന്നായിട്ട് പഠിക്കുക. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ഒരു ചാപ്റ്ററാണ് നമ്മുടെ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇത് ഈ ഒരു സ്റ്റേജിൽ നന്നായിട്ടിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ പബ്ലിക് എക്സാം ആകുമ്പോഴത്തേനും വലിയൊരു ബേർഡൻ നിങ്ങളുടെ മൈൻഡിൽ നിന്ന് ഒഴിവായി കിട്ടും. നന്നായിട്ടിരുന്ന് പ്രിപ്പയർ ചെയ്യുക. എജുപോട്ട് എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടാവും. നമുക്ക് നല്ല മാർക്സ് നമ്മുടെ എക്സാമിന് വാങ്ങിക്കണം. ഓക്കെ, ബൈ.